കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്കൊരുമിച്ച് അടുത്തു വരുവാൻ കർത്താവ് ഒരുക്കിയ വിലയേറിയ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. आज सवेरे भी परमेश्वर की धन्य उपस्थिति में हम सबको आने के लिए प्रभु ने हमें ऐसा अवसर दिया, इसलिए प्रभु का हम स्तुति धन्यवाद करते हैं. കൂടി വന്നിരിക്കുന്ന ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുയേശുവിൽ വന്ദനങ്ങൾ. आदरणीय परमेश्वर के दास गणों को और हरेक प्रिय लोगों को जय मसीह की. ഈ രാവിലെയും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നിങ്ങൾ സമയം വേർതിരിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദിയും അർപ്പിക്കുന്നു. आज सवेरे भी प्रभु की उपस्थिति में इकट्ठा होने के लिए आपने जो समय निकाला, इसलिए हम प्रभु को धन्यवाद देते हैं और आपको भी धन्यवाद करते हैं. നമുക്ക് പഠിച്ചു വരുന്ന വിഷയത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാം. हम जो अध्ययन कर रहे विषय हैं उसी में हम जल्द प्रवेश करते हैं. കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവ്, यीशु का दोबारा आगमन. കർത്താവായ യേശുവിൻ്റെ 3 പ്രത്യക്ഷതകളെ കുറിച്ച് നാം ഇന്നലെ രാവിലെ കണ്ടു. प्रभु यीशु मसीह के 3 प्रकटीकरण के विषय में हमने कल सुबह देखे. ഒന്നാമത്തേത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ജഡം ധരിച്ച് ഭൂമിയിൽ വന്ന പ്രത്യക്ഷതയാണ്. पहला प्रकटीकरण हमारे पापों को अपने ऊपर उठाने के लिए देहधारी होकर इस पृथ्वी में उतराया परमेश्वर को. രണ്ടാമത്തേത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ പിതാവിൻ്റെ സന്നിധിയിൽ നിത്യ സ്വർഗ കൂടാരത്തിൽ യേശുക്രിസ്തു പ്രവേശിച്ച പ്രത്യക്ഷത. और दूसरी बात है, हमारे लिए प्रभु की उपस्थिति में हमारे लिए बातें करने के लिए परमेश्वर का उपस्थिति जो हमारे बीच में है. മൂന്നാമത്തെ പ്രത്യക്ഷതയെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതിനെ പൊതുവെ രണ്ടാം വരവ് എന്നാണ് വിളിക്കുന്നത്. तीसरा प्रकटीकरण के रूप में हम अभी अध्ययन करते हैं, उसी को प्रभु यीशु का द्वितीय आगमन के विषय में हम जानते हैं. മൂന്നാമത്തെ പ്രത്യക്ഷതയായിട്ടും എന്തേ രണ്ടാം വരവ്? तीसरा जो प्रभु का प्रकटीकरण, ये दूसरी आगमन का विषय क्यों है? മൂന്നാമത്തെ പ്രത്യക്ഷതയായിട്ടും രണ്ടാം വരവെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു? तीसरा प्रकटीकरण होने के बावजूद इसे हम द्वितीय आगमन क्यों कहते हैं? എന്തുകൊണ്ടെന്നാൽ ഭൂമിയിലേക്കുള്ള കർത്താവിന്റെ രണ്ടാമത്തെ വരവാണത്. इसका कारण यह है कि यीशु मसीह का इस पृथ्वी में उसकी दूसरी आगमन है. ഭൂമിയിലേക്ക് ഒന്നാമത് നമ്മുടെ പാപങ്ങളെ ചുമക്കുവാൻ വേണ്ടി കർത്താവ് വന്നു. इस पृथ्वी में सबसे पहली बार हमारे पापों को अपने ऊपर उठाने के लिए यीशु आया. എന്നാൽ ഭൂമിയിലേക്ക് ഇനിയും കർത്താവ് വരുന്നത് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അല്ല, തനിക്കായി കാത്തു നിൽക്കുന്ന തൻ്റെ വിശുദ്ധ ഗണത്തിന്റെ രക്ഷയ്ക്കായിട്ടാകുന്നു എന്ന് നമ്മൾ ഇന്നലെ വായിച്ചു. कल हमने देखा कि दूसरी बार जब परमेश्वर आता है तो हमारे पापों के उद्धार करने के लिए नहीं, परंतु जो पाप रहित जीवन जीते हैं उनकी उद्धार कर कर उन्हें ले जाने के लिए प्रभु लेकर आने वाला है. കർത്താവിന്റെ വരവിനുള്ള ഉറപ്പിനെ കുറിച്ച്, ഗ്യാരണ്ടിയെ കുറിച്ച്, തെളിവുകളെ കുറിച്ച് നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് കണ്ടു. कल हमने परमेश्वर के आगमन के विषय में जो सबूत है, जो गारंटी है, उसी के विषय में कल देखे. और ചില തെറ്റായ ധാരണകളെ കുറിച്ചും നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് കാണുകയുണ്ടായി. कल आखिरी समयों में कुछ गलत फहमी या गलत सोच हम रखते हैं उसकी आगमन के विषय में, उसके बारे में हमने विचार किए. ഇന്ന് നമ്മളിപ്പോൾ നോക്കുന്നത് ദ ടൈം ഓഫ് ഹിസ് കമ്മിങ്, കർത്താവിന്റെ വരവിന്റെ സമയം എപ്പോൾ എന്നുള്ളതാണ്. आज हम सवेरे देखेंगे परमेश्वर के आने का समय वो कब है. കർത്താവിന്റെ വരവിനെ കുറിച്ച്, കർത്താവിന്റെ വരവിന്റെ സമയത്തെ കുറിച്ച് വേദപുസ്തകം പ്രധാനമായിട്ടും 2 പഠിപ്പീരുകളാണ് നൽകുന്നത്. मसीह के आगमन के विषय में या मसीह के आगमन के समय के बारे में 2 बातें प्रभु के वचन हमें बताता है. ഒത്തിരി പേരൊക്കെ യേശുവിന്റെ വരവിന് സമയം കുറിച്ചവരുണ്ട്.
बहुत लोगों ने यीशु की आने के समय को स्पष्ट करा हुए हैं। ഇന്ന വർഷം വരുമെന്നും ഡേറ്റ് സഹിതം പറഞ്ഞവരൊക്കെ ലോകത്തിലുണ്ട്. ऐसे दुनिया में लोग हैं कि परमेश्वर इस समय में आएगा या इस साल में दिनांक या समय तिथि देते हुए उन्होंने बताया है। പക്ഷേ അതെല്ലാം പൊളിഞ്ഞുപോയി എന്ന് നമുക്കറിയാം. लेकिन हम जानते हैं वो सब गलत साबित हुआ। മുമ്പോട്ടും ആരെങ്കിലും കർത്താവിന്റെ വരവിന്റെ സമയത്ത് കുറിക്കുന്നെങ്കിൽ ആരും വിശ്വസിക്കരുത്. നിങ്ങൾക്ക് തന്നെ അങ്ങ് വെളിപ്പെട്ടെന്നിരിക്കട്ടെ, അങ്ങ് ശാസിച്ചു വിട്ടേക്കണം, വിശ്വസിക്കരുത്. आगे भी यदि आप में से किसी को हो या कोई और आपको बता रहा हो यीशु मसीह के आने के समय या काल के बारे में, वो आप विश्वास नहीं करना, उसी को वहीं पर रोकना है। മനസ്സിലായോ? നമുക്ക് തന്നെ അങ്ങ് വെളിപ്പെട്ടുക, ഇന്ന സമയത്ത് കർത്താവ് വരും, എഴുന്നേറ്റ് നിന്ന് സാക്ഷിയൊന്നും പറഞ്ഞേക്കരുത്. कभी कभी हमें ऐसा अनुभव आ रहा है या हमें ऐसी प्रकटीकरण हो रहा है कि प्रभु यीशु इस समय पर आएगा, ऐसे उठकर गवाही ना दे दे। അത് കർത്താവ് അല്ലെങ്കിൽ പിതാവായ ദൈവം തന്റെ സ്വന്തം പരിധിയിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്. वो पिता ने अपने सीमा पर रखा हुआ एक विषय है। യേശുക്രിസ്തുവിനോടും ശിഷ്യന്മാര് ചോദിച്ചു, ഏത് കാലത്തിലാണ് അങ്ങ് യഹൂദന്മാർക്ക് അവരുടെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? यीशु मसीह को भी अपने चेलों ने ये सवाल किया कि कब आप यहूदियों के लिए राजा बनकर उतर आएगा। അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 6 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. प्रेरितों के काम 1 अध्याय 6 से आगे की आयतों में हम देखते हैं। അടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ. സ്തോത്രം. ശിഷ്യന്മാര് ഒരു നമ്മൾ ഹിന്ദി പറയുമല്ലോ, മൗക്ക ഢൂണ്ട്കർ, ഒരവസരം കിട്ടിയപ്പം ചോദിച്ച ചോദ്യ, ഇപ്പോഴെങ്ങാണോ യഹൂദന്റെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? चेलों ने एक मौका ढूंढकर यीशु मसीह से यह सवाल करता है कि क्या प्रभु अभी आसपास में है क्या आपके आने का समय? എന്നാൽ കർത്താവ് പറയുന്നു, പിതാവായ ദൈവം തന്റെ സ്വന്തം പരിധിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളെയോ കാലങ്ങളെയോ കുറിച്ച് അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. यीशु मसीह वहां पर उत्तर देता है, जिनको पिता ने अपने ही अधिकार में रखा है, वो समय या वो समय के बारे में वो आपको जानने का जरूरत नहीं है। ദൈവം തന്റെ പരിധിയിൽ വെച്ചിട്ടുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തരികയില്ല. प्रभु ने या परमेश्वर ने जो अपने सीमा में रखा है वो हमें बताकर देगा नहीं। ദൈവത്തിൽ ഉള്ളതെല്ലാം ഒന്നും നമ്മൾ അറിയേണ്ട കാര്യവുമില്ല. और प्रभु के बारे में सब कुछ भी जानने का जरूरत भी नहीं। എല്ലാം അറിയാൻ നമുക്കൊട്ട് പ്രാപ്തിയുമില്ല. और सब कुछ जानने का एक क्षमता भी हमारे अंदर नहीं है। അതുകൊണ്ടാണ് ചിലത് മാത്രം ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുള്ളത്. इसलिए कुछ बातों को प्रभु हमें प्रकट कर दिखाया है। ആവർത്തന പുസ്തകം 29:29 ഡ്യൂട്ടറോണമി व्यवस्था विवरण 29 अध्याय उसके 29 वचन। മലയാളത്തിൽ 29 തപ്പിയാൽ ചിലപ്പോൾ കിട്ടത്തില്ല കേട്ടോ, 28 ഉള്ളൂ. 28 അങ്ങ് വായിച്ചാൽ മതി. 2 വിധത്തിലെ ദൈവീക വിഷയങ്ങൾ, 2 प्रकार के प्रभु की बातों को हम वहां पर देखते हैं। ഒന്ന് മറഞ്ഞിരിക്കുന്നവ, മറ്റേത് വെളിപ്പെട്ടിരിക്കുന്നവ. एक प्रभु से जो गुप्त है और एक जो प्रभु प्रकट करता है। സ്തോത്രം. മറഞ്ഞിരിക്കുന്നത് ദൈവത്തിനുള്ളത്, നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതാണത്. वहां पर कहता है कि गुप्त बातें हमारे परमेश्वर यहोवा के वश में है। അത് അറിയേണ്ട കാര്യം നമുക്കില്ല. वो जानने का जरूरत हमारा नहीं। അത് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഉപവസിക്കുകയും വേണ്ട. और वो जानने के लिए उपवास भी लेने की जरूरत नहीं। അതിലൊരു പ്രധാന വിഷയമാണ് യേശുവിന്റെ വരവിന്റെ സമയം. उनमें से एक मुख्य विषय है यीशु के दोबारा आने का समय के विषय। എന്നാൽ രണ്ടാമത്തെ കാര്യം ആണ് വെളിപ്പെട്ടിരിക്കുന്നവ. और दूसरी बात है जो परमेश्वर ने प्रकट किया है। അത് നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളതാണ്. और वो हमें और हमारे संतानों के लिए है। എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കുള്ളതാണ്. हम इसका अर्थ है कि मनुष्य जाति के लिए प्रभु दिया है। എന്തിനു വേണ്ടി? क्यों? എന്തിനു വേണ്ടിയാ? किस कारण से? അതിലെ സകല വചനങ്ങളും നാം അനുസരിച്ച് നടക്കേണ്ടതിന്. क्यों वचन कहता है कि उसकी सारी व्यवस्था की बातों को पूरी की जाए।
അപ്പോൾ നാം അനുസരിക്കേണ്ടതൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. हम क्या क्या मानना है या आज्ञा मानना है, इसी के विषय में प्रभु ने प्रकट कर कर हमें दिया है. ആ വെളിപ്പെട്ടിരിക്കുന്നവയുടെ സമാഹാരമാണ് നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന വേദപുസ്തകം. और वो सारी प्रकटीकरण हमारे हाथ में जो वचन है उसके रूप में हम देखते हैं. ഞാൻ അതുകൊണ്ട് ബൈബിളിനെ വിളിക്കുന്ന ഒരു എനിക്കിഷ്ടപ്പെട്ട പേരുകളിൽ ഒന്നാണ് ദ റെക്കോർഡ് ഓഫ് ദ റിവീൽഡ് വിൽ ഓഫ് ഗാഡ്. വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിന്റെ സമാഹാരം എന്നാണ് ഞാൻ ഈ ബൈബിളിനെ വിളിക്കുന്ന ഒരു പേര്. और परमेश्वर की दास इस बाइबल को पुकारने वाला उनको सबसे पसंदीदा एक शब्द या एक वाक्य है कि परमेश्वर के जो इच्छा को प्रकट करने वाला एक बड़ा संग्रह. സ്തോത്രം. അപ്പോൾ റെക്കോർഡ് ഓഫ് ദ റിവീൽഡ് വിൽ ഓഫ് ഗാഡ് किया होगा एक संग्रह, ऐसे हम कहेंगे. അപ്പോൾ ഇതിൽ നമുക്ക് തമ്പുരാൻ വെളിപ്പെടുത്തി തന്ന രണ്ട് കാര്യങ്ങളാണ് കർത്താവിന്റെ വരവിന്റെ സമയവുമായി ബന്ധപ്പെട്ടുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. और परमेश्वर के आने के विषय में दो बातों को यहाँ इन वचन में हमें बताया गया है. ഒന്ന്, കർത്താവിന്റെ വരവിന്റെ സമയത്തെ പറ്റി പറയുന്നു, അവൻ വേഗം വരും. एक परमेश्वर के वचन के दोबारा आगमन के विषय में वचन हमें बताता है कि वो जल्द लौट कर आएगा. He will come soon, or behold, I come quickly. वचन ऐसे कहता है, मैं जल्द आने वाला हूं, मैं लौट कर आने वाला परमेश्वर हूं. റെഫറൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെയും വായിച്ച വെളിപ്പാട് 22-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. आपको वचन आपकी स्क्रीन में दिख रहा होगा, इसलिए मैं दोहराना नहीं चाहता हूं. कल रात के समय हमने पढ़ा हुआ वचन ही है. प्रकाशित वाक्य 22 अध्याय उसके 20 वचन में लिखता है, देखो मैं जल्द लौट कर आने वाला हूं. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിന്റെ സമയം, ഒന്നാമത്തെ ഉപദേശം, കർത്താവ് വേഗം വരും. यीशु मसीह के दोबारा आगमन का समय प्रभु का वचन हमें बताता है कि वो जल्द लौट कर आएगा. ഇപ്പോൾ അല്പം മുമ്പ് പാസ്റ്റർ എന്നെ വിളിച്ചായിരുന്നു. थोड़े देर पहले प्रभु के दास ने मुझे बुलाया. 10:30 എന്നെ ഇവിടെ കാണാഞ്ഞതുകൊണ്ട് അദ്ദേഹം വിളിച്ചതാ. 10:30 को मुझे यहाँ नहीं दिखे, इसलिए उन्होंने बुलाया होगा. ഞാനും മോനും കൂടെ വന്നത് ഇങ്ങോട്ട് തിരിയുന്ന സമയത്താ വിളിച്ചത്. അപ്പൊ ഞാൻ എടുത്തിട്ട് പറഞ്ഞു, പക്ഷേ ഞാൻ ദാ വരുന്നു, ഞാൻ എത്തി. और हम इस कोने में पहुंच चुके थे और मैं और मेरा बेटा सफर कर रहा था और मैंने तुरंत फोन उठाकर उनसे कहा, हम पहुंच चुके हैं. കേട്ടോന്ന് എനിക്കറിയത്തില്ല, വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ എത്തി, ഇതാ വരുന്നു. और हमने उनसे ये बात को बताया कि हम पहुंच चुके हैं, हम यूं आ रहे हैं. 10:39 വരുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. मैंने ये नहीं कहा कि 10:39 में मैं पहुंचूंगा. എത്തി, ഞങ്ങൾ വന്നു, ഇതാ പെട്ടെന്ന് വരുന്നു. मैं इतना ही कहा कि हम पहुंच चुके हैं, हम यूं आ रहे हैं. ക്രിസ്തു നമ്മോട് പറയുന്നത്, പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്, യേശു ഇതുപോലെ വേഗം വരുന്നു എന്നാണ്. और मसीह हमें सिखाता है, नया नियम हमें सिखाता है कि यीशु मसीह जल्द लौट कर आएगा. എന്ന് പറഞ്ഞാൽ താമസിക്കത്തില്ലെന്ന്. और इसका अर्थ यह है कि वो देर ना करेगा. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 33 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. इब्रानियों की पत्री 10वां अध्याय उसके 33वें आयत से आगे हम ये बातों को पढ़ते हैं. വരുവാനുള്ളവൻ വരും, താമസിക്കയുമില്ല. और वचन कहता है, आने वाला आएगा, देर ना करेगा. അപ്പോൾ കർത്താവ് താമസിയാതെ വേഗത്തിൽ വരുമെന്നാണ് അതിന്റെ അർത്ഥം. इसका अर्थ यह है कि मसीह आएगा और देर नहीं करेगा. രണ്ടാമത്തെ പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്, he will come at any time, imminency of the coming of the Lord. ഏത് സമയത്തും കർത്താവ് വരാം. दूसरी बात हमें यह सिखाया जाता है वचन कि वो किसी भी क्षण आ सकता है, उसकी आने के विषय में जो तत्परता है. നമ്മൾ പ്രതീക്ഷിക്കുന്ന നേരത്താകണമെന്നില്ല. हम इच्छा करने वाले, उम्मीद करने वाले समय पर होना जरूरी नहीं. ഏത് സമയത്തും, कभी भी, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. रात या दिन का भेद ना करते हुए. കഴിഞ്ഞ ഒരു ദിവസം
ഒരു ഒരു കുടുംബം ഒരു പാസ്റ്ററോട് കൂടെ ഒരു ദിവസം 1-2 ദിവസം താമസിച്ചു. അപ്പം ആ അങ്കിളിന്റെ മകള് വന്നപ്പോ പറയായിരുന്നു, എൻ്റെ കർത്താവേ, ഇപ്പോഴെങ്ങാണോ അങ്ങ് വന്നായിരുന്നെങ്കിൽ എൻ്റെ പപ്പ ഇനിയും ഭൂമിയിൽ കിടക്കുന്ന ഒരു പരിപാടിയില്ല, അങ്ങ് വന്നനെയായിരുന്നു. पिछले दिन एक परिवार अपने उनके प्रिय लोगों के साथ उनके पास्टर के सामने से बोल रहे थे और प्रार्थना कर रहे थे कि प्रभु, अभी यदि आप लौट कर आते तो मेरे पापा भी आपके संग रहेगा और समय का इंतजार करने का बात ही नहीं है. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളിലെങ്ങാനും തമ്പുരാൻ വന്നാൽ നമ്മിൽ പലരും രക്ഷപ്പെടുമെന്നാണ് ചിന്തിക്കുന്നത്. और हम में से हर एक ऐसे सोचेंगे कि ऐसे एक प्रत्येक संदर्भ में प्रभु यीशु आएगा तो हम में से कई लोग बच जाएंगे. അപ്പൊ കർത്താവ് ഏത് സമയത്തും വരാം. प्रभु किसी भी क्षण आ सकता है. അതുകൊണ്ടാണ് ക്രിസ്തു അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് കള്ളനെ പോലെ എന്ന് ബൈബിൾ പറയുന്നത്. इसीलिए मसीह या परमेश्वर की आगमन एक चोर के समान है, ऐसे वचन कहता है. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 1 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. पहला തെസ്സലോനിക്കयों की पत्री 5 अध्याय उसकी 1 आयत की आगे वचनों में हम इस बात को पढ़ते हैं. 4-ാം അധ്യായം 13-ാം വാക്യം മുതൽക്ക് നമുക്കത് കാണാം. 4 अध्याय उसके 13वें आयत की और आगे हम पढ़ते हैं. 1 കൊരിന്ത്യർ 7-ന്റെ 26-29 വാക്യങ്ങൾ, 1 कुरिन्ती 7 अध्याय उसके 26 और 29 आयत में हम पढ़ते हैं. ഫിലിപ്പ് ലേഖനം 3-ന്റെ 20, फिलिपियों की पत्री 3 अध्याय उसके 20 वचन में, കൊലോസ്യർ 3-ന്റെ 4. कुलोसियों की पत्री 3 अध्याय उसके 4 आयत में. ഇങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട്. സ്തോത്രം. കർത്താവ് അവന്റെ ദിവസം കള്ളനെ പോലെ. ऐसे बहुत वचनों में, अनेक वचनों में हम प्रभु के आगमन एक चोर के समान होगा, ऐसे वचन कहता है. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9 മുതൽക്കുള്ള വാക്യങ്ങളിലും നാം അത് കാണുന്നുണ്ട്. दूसरा पत्रस 3 अध्याय उसके 9 वचन से आगे ये बातों को हम फिर से पढ़ते हैं. കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം പേടിച്ചെങ്ങാനും വരുമെന്നാണോ? और चोर के समान आने का अर्थ क्या हमें डरा कर आने का विषय है क्या? തന്നെ പേടിച്ച, കള്ളം വരുന്ന പേടിച്ച, അപ്പൊ അതുപോലെ കർത്താവ് ഇങ്ങനെ പമ്മി പമ്മി പേടിച്ച് വരും എന്നാണോ അതിന്റെ അർത്ഥം? क्या उसका अर्थ यह है कि क्या प्रभु डर कर चुपके आएगा, ऐसा है क्या? അല്ല കേട്ടോ, ऐसा नहीं. പലരും ചോദിച്ചിട്ടുണ്ട്, യേശു എന്തിനാ കള്ളനെ പോലെ വരുന്നെന്ന്. कई लोगों ने सवाल किया है कि यीशु मसीह ये चोर के समान क्यों आ रहा है? അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. उसका अर्थ इतना ही है, हमने ना सोचा हुआ ऐसे समय पर प्रभु यीशु आएगा. യേശു കർത്താവും അത് തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. यीशु मसीह ने भी यही बातों को बताया है. അപ്പോൾ ഈ സമയവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ഓർക്കുക. समय के विषय में 2 बातों को ध्यान रखना है. ഒന്ന്, കർത്താവ് വേഗം വരും, എത്രയും പെട്ടെന്ന്. एक, प्रभु यीशु मसीह शीघ्र आएगा या जल्दी आएगा. 2, ഏത് സമയത്തും കർത്താവ് വരും. दूसरी बात है वो किसी भी क्षण आ सकता है. എപ്പോൾ വന്നാലും ഒരുങ്ങി ഇരിക്കുന്നവർ ഭാഗ്യവാന്മാർ. कभी भी क्यों ना आए, जो तैयार रहते हैं वो भाग्यवान माना जाएगा. നമ്മളും എപ്പോഴും ഒരുങ്ങിയിരിക്കണം. हम भी हर समय पर तैयारी में रहे. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ വരവ് മഹാപീഡനത്തിന് മുൻപായിരിക്കും എന്ന് പറയാൻ ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. और उस समय जब പ്രീ ട്രിബുലേഷൻ കമ്മിങ് ഓഫ് ദ ലോർഡ്, और യേശുക്രിസ്തു മഹാപീഡനത്തിന് മുമ്പ് വരും എന്ന് ദൈവസഭ പഠിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ ഉപദേശമാണ്. और कलीसिया में जो पीड़ा होगी, उस कलीसिया के ऊपर जो पीड़ा होगी उससे पहले यीशु मसीह आएगा, इसके विषय में शिक्षा देने का एक कारण यह है. മഹാപീഡനത്തിന് ശേഷമാണ്, പോസ്റ്റ് ട്രിബുലേഷൻ അല്ലെങ്കിൽ മിഡ് ട്രിബുലേഷൻ വരവാണ് കർത്താവിൻ്റെതെങ്കിൽ സമയം ക്ലിപ്തമാണ്. और यदि उस पीड़ा के मध्य में है या पीड़ा के बाद में प्रभु यीशु का आगमन है तो उसका समय हम निश्चय कर सकते हैं. അത് പുതിയ നിയമ ഉപദേശത്തിന് യോജിക്കുന്നതല്ല. वो नए नियम की शिक्षा में मेल नहीं खाता है.
കാരണം മഹാപീഡനകാലത്തിന്റെ ദിവസങ്ങൾ വരെ എണ്ണി തിരുവെടുത്ത് പറയുന്നുണ്ട്. कारण यह है कि उस पीड़ा का समय का सारा वृत्तांत प्रभु का वचन हमें देता है. ദിവസങ്ങളുടെ എണ്ണം വരെ അതിൽ പറയുന്നുണ്ട്. दिनों की गिनती प्रभु का वचन हमें दिखाता है. അപ്പം അതനുസരിച്ച് 1, 2, 3 ഇനിയിപ്പം കർത്താവ് വരാൻ 2 ദിവസമേ ഉള്ളൂ, ഇനി 1 ദിവസമേ ഉള്ളൂ എന്ന് കൗണ്ട് ഡൗൺ ചെയ്ത് ജീവിക്കാൻ സാധ്യതയുണ്ട്. वहां 1, 2, 3 करके इस पीड़ा के समय का वचन हमें बता रहा है, तो हम ऐसे 1 दिन के बाद आएंगे, 2 दिन के बाद आएंगे, ऐसे इंतजार कर सकते हैं. അത് പുതിയ നിയമ ഉപദേശമല്ല. वो नए नियम की शिक्षा नहीं है. അതുകൊണ്ടാണ് ദൈവസഭ യേശുക്രിസ്തുവിന്റെ വരവ് മഹാപീഡനത്തിന് മുൻപുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത്. इसीलिए कलीसिया प्रभु यीशु मसीह का दूसरा आगमन उस पीड़ा के समय से पहले होगा, इसका विश्वास करते हैं. അതുകൊണ്ട് നാം എപ്പോഴും ഒരുങ്ങിയിരിക്കുക. इसलिए हम हर समय पर तैयारी में रहे. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായം തിരുവത്താഴം കഴിഞ്ഞിട്ട് വായിക്കാറുള്ളത്. इसलिए हम अक्सर पहला थिस्सलुनीकियों की पत्री 5 अध्याय के उस वचनों को प्रभु भोज की सेवकाई के बाद हम पढ़ते हैं. നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും അങ്ങ് പോണം. हम यदि सोए हुए अवस्था में है तब भी हमें जाना है. ഉണർന്നിരിക്കുകയാണെങ്കിലും കർത്താവിന്റെ വരവിൽ പോകണം. जागे हुए हैं तब भी प्रभु की आगमन में जाना है. അതിന്റെ 7-8 വാക്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. उसके 7 या 8 वचन में है. അല്ലേ? यस. കണ്ടോ, നമ്മള് ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ശരി കർത്താവിന്റെ വരവിൽ പോകണം. हम यदि सोए रहे या जागे रहे, प्रभु यही चाहता है कि हम प्रभु की आगमन में उठा लिए जाएं. അതായത് യേശുക്രിസ്തു വരുന്ന സമയത്ത് നമ്മൾ ഉണർന്നിരുന്നെങ്കിലേ പോകത്തുള്ളെന്നും ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ പോകത്തില്ലെന്നും ചിന്തിക്കരുത്. यीशु मसीह के आगमन के समय में हम जागे रहने के समय पर ही हम जाएंगे, सोए हुए अवस्था में है तो हम नहीं जा पाएंगे, ऐसे ना सोचना. ശാരീരിക ഉറക്കത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. शारीरिक नींद के बारे में अभी कह रहा हूँ. ആത്മീയ ഉറക്കത്തിലാണെങ്കിൽ പോകത്തില്ല കേട്ടോ. आत्मिक नींद में है तो आप नहीं जाएंगे. ശാരീരിക കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഏത് സമയത്ത് വന്നാലും നമ്മൾ എന്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും കർത്താവിന്റെ വരവിനായിട്ട് നാം ഒരുങ്ങിയിരിക്കുക, കർത്താവിനൊപ്പം പോവുക. और कभी भी हो, आप काम कर रहे हो या आप कुछ भी क्यों ना कर रहे हो, प्रभु की आगमन में तैयारी में रहे तो आप प्रभु के साथ उठा लिए जाएंगे. നമുക്ക് പോവുകയും വേണ്ട കേട്ടോ. हम में से कईयों को जाना भी नहीं. नहीं, हमको नहीं जाना है. हमको नहीं जाना है. നമുക്ക് പോകണ്ട. हमको जाना नहीं है. പിന്നെ പോകാനുള്ളവരെ കർത്താവ് കൊണ്ടുപോയിക്കോളും, നമ്മൾ പോകണ്ട. हमें जाने का जरूरत नहीं है. जिनको जाना है उन्हें प्रभु उठा लेगा. നമുക്ക് പോകാനോട്ട് ഒക്കത്തില്ല. हम जा भी नहीं पाएंगे. കർത്താവ് കൊണ്ടുപോകാതെ ആർക്കും പോകാനൊക്കത്തില്ല. जब तक प्रभु यीशु हमें ले नहीं जाता, हम में से कोई जा नहीं पाएंगे. അപ്പൊ കർത്താവിന്റെ വരവിൽ പോകാൻ ഒരുക്കത്തോടെ ഇരിക്കുന്നവരെ കർത്താവ് നൊടിയിടയ്ക്കുള്ളിൽ കൂടെ കൊണ്ടുപോകും. प्रभु के आगमन में जाने के लिए तैयारी के साथ रहने वालों को प्रभु उस चुटकी भर में हमें अपने साथ ले जाएगा. നമ്മുടെ ഓണത്തിന് വരുന്ന മാവേലിയുടെ കൂട്ടല്ല യേശു വരാൻ പോകുന്നത്. ओणम के समय में आने वाला उस मावेली के समान नहीं प्रभु यीशु आएगा. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ആണ്ടിൽ ഒരിക്കൽ വന്ന് നാട്ടുകാരെയൊക്കെ കണ്ട ഉപ്പേരിയും തിന്ന് ഊഞ്ഞാലുമാടി അത്തപ്പൂവും കണ്ട് തിരിച്ചു പോകുമെന്ന്. उनके बारे में ऐसे कहता है कि साल में एक बार आता है, वो कई चीजों को खाते हैं, मौज करते हैं और चले जाते हैं. യേശു ഇതുപോലെ ഒരാഴ്ചത്തെ സന്ദർശനത്തിനല്ല വരുന്നത്. यीशु ऐसे एक हफ्ते के घूमने फिरने के लिए नहीं आ रहा. പകരം വന്ന് തനിക്കുള്ളവരെ തന്റെ കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. परंतु वो आकर अपने लिए जो चुने हुए हैं उनको अपने संग ले जाने के लिए. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പോകേണ്ടെന്നും പോകാൻ ഒക്കത്തില്ലെന്നും കർത്താവ് തന്നെ നമ്മളെ തനിക്കുള്ളവരെ തന്റെ അടുക്കൽ ചേർക്കുകയായിരിക്കുമെന്നും. इसलिए मैंने कहा कि हमें जाने की जरूरत नहीं है. जो तैयार होते हैं उन्हें परमेश्वर अपना संग ले जाता है. അതുകൊണ്ട് ഏത് സമയത്തും കർത്താവിന്റെ വരവുണ്ടായാലും
നാം അവനോട് കൂടെ കാണപ്പെടേണ്ടതിന് ഒരുങ്ങിയിരിക്കാം. इसलिए किसी भी समय मसीह की आगमन हो तो उसी के साथ उठा लिए जाने के लिए हम तैयार रहे. എങ്ങനെയാ ഒരുങ്ങേണ്ടത്? कैसे तैयार होना है? കുറഞ്ഞതൊരു 30 കാര്യം പറയണമെന്ന് എനിക്കുണ്ട്. कम से कम एक 30 बिंदु आपको कहना है. ഇപ്പോൾ അതിന് സമയം എടുക്കുന്നില്ല. കർത്താവിന്റെ വരവ് താമസിച്ചൊക്കുന്നെങ്കിൽ നാളെ നോക്കാം. आज मैं नहीं बताना चाहूंगा. यदि प्रभु की आगमन में देरी है तो कल मैं उसमें प्रवेश करूंगा. ഇനിയും മുമ്പോട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. आगे कुछ और बातों की ओर हम बढ़ते हैं. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു സാധ്യതാ പട്ടികയാണ് നമ്മൾ ഇനി നോക്കുന്നത്. कल हमने जैसे बताया आने वाले समय में होने वाली घटनाओं का एक सूची आपके सामने हम रखेंगे. ദൈവത്തിന്റെ വചനം അഥവാ ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. परमेश्वर का वचन या फिर बाइबल एक भविष्यवाणी का एक पुस्तक है. പക്ഷേ അതിലെ പ്രവചനങ്ങൾ ക്രമത്തിലല്ല കൊടുത്തിരിക്കുന്നത്, ഓർഡറിലല്ല, സമയക്രമം അനുസരിച്ചല്ല ബൈബിളിലെ പ്രവചനങ്ങൾ. परमेश्वर में जो वचन में हम जो भविष्यवाणियों को देखते हैं वो समय का क्रम के अनुसार नहीं दिया गया. മുമ്പോട്ടും പുറകോട്ടും ഏറിയും കയറിയും ഒക്കെ കിടക്കുകയാണ് ബൈബിളിലെ പ്രവചനങ്ങൾ. वचन में हम देखते हैं बाइबल में जो भी भविष्यवाणियां हैं आगे पीछे या एक दूसरे के ऊपर नीचे ऐसी अवस्था में हम पाते हैं. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് യെശയ്യാ പ്രവചനം 52:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. उदाहरण के रूप में यशाया नबी की पुस्तक 52 अध्याय उसके 13 से लेकर 15 वचन को हम देखें. അവിടെ നമ്മൾ കാണുന്നത് പ്രവാചകൻ 2 കാര്യങ്ങളെ ഒരുമിച്ച് പറയുന്നു. वहां यशाया भविष्यवक्ता 2 बातों को एक साथ मिलाकर कहता है. എടുത്തെങ്കിൽ വായിച്ചാട്ടെ. അന്നൊക്കെയാണേ അവിടെ ആദ്യം പറഞ്ഞത് എന്തുവാ? എന്റെ ദാസൻ കൃതാർത്ഥനാകും, അത്യന്തം ഉന്നതനായിരിക്കും. അവിടെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ചാ, ഗ്ലോറി ഓഫ് Christ. 13 आयत में हम देखते हैं, देखो मेरा दास बुद्धि से काम करेगा, वो ऊंचा महान और अति महान हो जाएगा. यहाँ इस वचन में बताता है कि परमेश्वर की महिमा के विषय में. എന്നാൽ അടുത്തത് എന്താ പറയുന്നത്? കണ്ടോ, 2ാം ഭാഗം പറയുന്നത് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ചാ. 14 और 15 वचन को यदि आप पढ़ते हैं तो वहां पर यीशु मसीह के ऊपर होने वाली पीड़ा के विषय में हम देख पाते हैं. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് about the kingship of Christ, യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ കുറിച്ചാ. और उसके बाद शेष वचनों में प्रभु यीशु मसीह के राजा होने का एक विषय में यशाया प्रवेश करता है. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? മഹത്വം, കഷ്ടാനുഭവങ്ങൾ, ക്രിസ്തുവിന്റെ രാജത്വം. क्या क्या कहा गया है? यीशु मसीह का महिमा, यीशु मसीह का पीड़ा और यीशु मसीह के राजा होने के विषय. ഇതിന്റെ ശരിയായ ക്രമം എങ്ങനെയാണ്? इसका सही क्रम क्या होगा? കൂടെ വരുന്നില്ലേ? ഇതിന്റെ ശരിയായ ക്രമം എങ്ങനെയാ? इसका सही क्रम कैसा होना चाहिए? ആദ്യം തേജസ്കരണമാണോ അതോ പീഡാനുഭവമാണോ? പീഡാനുഭവ. पहले क्या प्रभु की महिमा होना है या प्रभु में पीड़ा होना चाहिए था? ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹത്വത്തെ കുറിച്ചാ. यहाँ पर बताया जाता है प्रभु यीशु मसीह का महिमा के विषय. അപ്പൊ കണ്ട, ഈ 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏറിയും കയറിയും കിടക്കുക, അങ്ങുമിങ്ങുമായിട്ടാ കിടക്കുന്നത്, ക്രമത്തിലല്ല. और यहाँ पर ये तीनों बातें आगे पीछे ऐसे एक हालात में हम पाते हैं. യെശയ്യാ 61:2 വാക്യം. यशाया 61 अध्याय उसके 2 वचन को മതി. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയെ സംബന്ധിച്ച് യെശയ്യാവ് പ്രവചിക്കുന്നു. यीशु मसीह के सेवकाई के विषय में यशाया नबी अपना भविष्यवाणी देता है. യേശുക്രിസ്തുവിന്റെ അഭിഷേകത്തെ കുറിച്ച് അവിടെ പറയുന്നു. यीशु मसीह के ऊपर होने वाली अभिषेक के बारे में भी वहां बताया गया है. 2ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്
നമ്മുടെ ദൈവത്തിന്റെ പ്രസാദ വർഷത്തെയും പ്രതികാര ദിവസത്തെയും കുറിച്ച് പ്രസംഗിപ്പാൻ യഹോവയായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യേശു പറയുന്നു. यहाँ पर इस प्रकार कहा गया है कि यहोवा की प्रसन्न रहने के वर्ष का और हमारे परमेश्वर के पलटा लेने का दिन का प्रचार करने के लिए प्रभु ने मुझे अभिषेक दिया है. ഇത് രണ്ടും തമ്മിൽ എത്ര നാളത്തെ വ്യത്യാസമുണ്ട്? इन दोनों के बीच में कितने समय का अंतर है? ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുക, ദൈവത്തിന്റെ പ്രതികാര ദിവസത്തെ കുറിച്ച് പ്രസംഗിക്കുക. परमेश्वर का प्रसन्न वर्ष के बारे में प्रचार करे या प्रभु यीशु का पलटा लेने के समय के बारे में प्रचार करे. ഇവയ്ക്ക് തമ്മിൽ രണ്ടും യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ പരസ്യ ശുശ്രൂഷയിൽ നിറവേറിയ കാര്യങ്ങളാണോ? क्या यीशु मसीह के इस पृथ्वी में जो अपनी सेवकाई के समय में पूरा हुआ ये विषय है क्या? നോക്കിക്കോളൂ, ലൂക്കോസ് 4:19. देखेंगे लूका रचित सुसमाचार 4 अध्याय उसकी 19 आयत. അത്ര മതി. യെശയ്യ 61 കാര്യം യേശു ലൂക്കോസ് 4 എടുത്തുദ്ധരിക്കുന്നു. यशाया 61वें अध्याय में बताया गया वचन यीशु मसीह लूका 4 में फिर से दोहराता है. അതിൽ രണ്ടാം വാക്യമാണ് യേശു 4:19 എടുത്തു പറഞ്ഞത്. उसके दूसरा भाग को प्रभु यीशु ने इस 4 के 19वें आयत में बताया है. രണ്ടാം വാക്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ, യെശയ്യ 61:2 പറഞ്ഞതുപോലെ തന്നെ ലൂക്കോസ് 4:19 യേശു പറഞ്ഞോ? അത് എന്തെങ്കിലും വിട്ടുകളഞ്ഞോ? यशाया 61 का 2 में बताया हुआ बातों को यीशु मसीह ने लूका का 4 का 19 में बताया है. क्या उसमें से कुछ बातों को प्रभु यीशु ने छोड़ दिया है? യെശയ്യ 61:2 രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. यशाया 61 का 2 में 2 बातों को बताया है. ദൈവത്തിന്റെ പ്രസാദ വർഷത്തെ കുറിച്ചും പ്രതികാര ദിവസത്തെ കുറിച്ചും. यहोवा का प्रसन्न होने के वर्ष के बारे में और परमेश्वर का पलटा लेने के वर्ष के बारे में, समय के बारे में. എന്നാൽ ലൂക്കോസ് 4:19 യേശു അതിന്റെ രണ്ടാം ഭാഗം പറഞ്ഞില്ല. लेकिन लूका 4 का 19 में यीशु ने उसकी दूसरी भाग को बताया नहीं. അതായത് പ്രതികാര ദിവസത്തെ കുറിച്ച് പറഞ്ഞില്ല. पलटा लेने के समय के बारे में यीशु यहाँ नहीं बता रहा. कारण ഇവയ്ക്ക് തമ്മിൽ ഇന്നത്തെ കണക്കിനുണ്ട് 2000 വർഷത്തെ വ്യത്യാസം. इन दोनों के बीच में आज के समय के अनुसार 2000 साल का अंतर है. ദൈവത്തിന്റെ പ്രസാദ വർഷത്തെ കുറിച്ചാണ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ക്രിസ്തു പ്രസംഗിച്ചത്. जब यीशु मसीह ने सुसमाचार का प्रचार करने के समय में यीशु मसीह अपने परमेश्वर यहोवा का प्रसन्न वर्ष के बारे में बताया. എന്നാൽ പ്രതികാര ദിവസം ന്യായവിധിയുടെ നാളാണ്. और पलटा लेने के समय उस न्याय के संदर्भ में होगा. പ്രസാദ വർഷമാണ്. വർഷം, ദിവസങ്ങൾ വളരെ ദീർഘനാളുകളാണത്. ये प्रसन्न होने का वर्ष एक समय सीमा है या समय काल है, वो बहुत लंबा समय तक चलता जा रहा. എന്നാൽ പ്രതികാര ദിവസം ഒരു ദിവസമാണ്. और पलटा लेने का दिन वो एक दिन है. അത് വളരെ പരിമിതമാണ്. वो बड़ी सीमित समय है. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? आपको फर्क समझ आया? ഓരോ പദങ്ങളും നാം അപഗ്രഥിക്കണം കേട്ടോ. एक एक पद को ध्यान से देखना है. അപ്പോൾ ഈ ഒറ്റ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കുത്തും കോമായുമില്ലാതെ പറഞ്ഞു വിട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇടയിൽ തന്നെ നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. एक ही आयत में बिना कोई फुल स्टॉप या कोई कॉमा दिए हुए बोला गया बात में लगभग हजारों समय साल का अंतर है. പറഞ്ഞു വരുന്നതിന്റെ സാരം, ബൈബിളിലെ പ്രവചനങ്ങൾ കാലക്രമം അനുസരിച്ചല്ല കൊടുത്തിരിക്കുന്നത്. बोलने का सारांश इतना ही है कि बाइबल में बताया गया भविष्यवाणी समय का सीमा को रखते हुए नहीं बताया. എന്നാൽ ആ പ്രവചനങ്ങളെയൊക്കെ നമ്മൾ ഒരുമിച്ചൊന്നെടുത്ത് പഠിച്ചു വന്നാൽ
ഒരു രീതിയിൽ നമുക്കതിന്റെ ക്രമം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. लेकिन इन भविष्यवाणियों को हम एक साथ क्रम में लेकर सीखने के लिए कोशिश करेंगे तो हम लगभग उसके समय सीमा को हम पहचान पाएंगे. അതിനുള്ള ഒരു നല്ല പഠനമാണ് ദാനിയേലും വെളിപ്പാടും രണ്ട് പുസ്തകങ്ങളും കൂടെ ചേർത്ത് വെച്ചുള്ള പഠനം. उसमें एक अच्छा शिक्षा या अध्ययन का एक विषय है डैनियल का पुस्तक और प्रकाशित वाक्य के पुस्तक को साथ में अध्ययन करना. പക്ഷേ നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ പുസ്തകങ്ങളുടെ പഠനത്തിന് വേണ്ടിയല്ല ഒരുങ്ങുന്നത്. हम लेकिन इन दिनों में उन पुस्तकों का अध्ययन के विषय में नहीं तैयार हो रहे हैं. പകരം ഈ പ്രവചന ഗ്രന്ഥങ്ങളെ മുഴുവനും കൂടെ എടുത്തിട്ട് ഭാവികാല സംഭവങ്ങളുടെ ഒരു സാധ്യത പട്ടികയാണ് അതിന്റെ ക്രമമനുസരിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. परंतु इन सारे भविष्यवाणी पुस्तकों को एक साथ लेकर आने वाले समय में होने वाली घटनाओं का एक सूची को हम तैयार करने की कोशिश करेंगे. ഇന്നലെ നമ്മൾ അതിനെ ഏറ്റവും ചുരുക്കമായി 4 സംഭവങ്ങളായിട്ട് കണ്ടിരുന്നു. कल हमने उसमें संक्षिप्त में 4 बिंदुओं को हमने देखा. ഓർമ്മ കാണുമല്ലോ? याद होगा ना आपको? പെട്ടെന്നൊന്ന് കൂടെ വരണേ. जल्दी से थोड़ा साथ दे. बच्चे लोगों को किसी को याद है? बच्चों को याद होगा. ഓക്കെ, ഗുഡ്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ വരവ്. पहला यीशु मसीह का आगमन. 2, വിവിധ ഉയർത്തെഴുന്നേൽപ്പുകൾ. दूसरा अनेक प्रकार का पुनरुत्थान. 3, വിഭിന്ന ന്യായവിധികൾ. और तीसरा अनेक प्रकार की न्याय. 4, നിത്യത. चौथी बात है अनंतता. നാം അതിനെ ഇനിയും അല്പം കൂടെ വിശാലമായിട്ട് ഒരു 30 ഭാഗങ്ങളിലായിട്ട് ചിന്തിക്കുകയാണ്. आगे हम इन्हीं विषयों को थोड़े और विशाल रीति से लगभग 30 बातों को उसमें जोड़कर हम सीखेंगे. ഒന്ന്, ഇപ്പോൾ സഭാ കാലയളവാണ്. अब इस युग कलीसिया का युग है. സ്തോത്രം. ഇത് കൃപായുഗമെന്നും സഭാ കാലയളവെന്നും ഒക്കെ വിളിക്കപ്പെടുന്നു. हम इसे या फिर एक अनुग्रह का समय या कलीसिया का एक युग के विषय में हम सीखते हैं, समझते हैं. ഈ കാലത്തിന്റെ ഏറ്റവും ഒടുവിൽ, ഈ സഭായുഗത്തിന്റെ ഒടുവിൽ ഒന്നാമത് സംഭവിപ്പാൻ പോകുന്ന സംഭവമാണ് ദി അഡ്വന്റ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു ദൈവസഭയെ ചേർക്കുവാൻ മേഘങ്ങളിൽ വരും. इस कलीसिया के युग के आखिरी समयों में होने वाला एक घटना है. यीशु मसीह अपनी कलीसिया को अपने साथ ले जाने के लिए आएगा. അതാണ് ഭാവികാല സംഭവങ്ങളുടെ താക്കോൽ സംഭവമെന്നും നമ്മൾ ഇന്നലെ പഠിച്ചു. और ये आने वाले समय के विषयों में कुंजी विषय के रूप में हमने कल सीखा. യേശു ക്രിസ്തു മേഘങ്ങളിൽ വരും. यीशु मसीह बादलों पर उतर आएगा. സഭ ഭൂമിയിൽ നിന്ന് അവിടേക്ക് ചേർക്കപ്പെടും. कलीसिया पृथ्वी से उन बादलों पर जोड़ा जाएगा. അതാണ് ഉണ്ടാകുവാൻ പോകുന്ന ഒന്നാമത്തെ സംഭവം. और वही आने वाले समयों में होने वाले सबसे पहली एक घटना है. അതിൽ സ്തോത്രം അതിനോട് ചേർന്ന് നടക്കുന്ന സംഭവമാണ് റാപ്ചർ അഥവാ ഉൽപ്രാവണം. और उसके साथ होने वाला एक घटना है, उसे हम रैप्चर कहते हैं. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള മേഘപ്രത്യക്ഷത ഒന്നാമത്തെ സംഭവം. सबसे पहली घटना यीशु मसीह कलीसिया के लिए बादलों पर प्रकट होगा. അതേ സമയത്ത് തന്നെ നടക്കുന്ന സംഭവമാണ് ഉൽപ്രാവണം അഥവാ സഭയുടെ എടുക്കപ്പെടിയിൽ. और उसी संदर्भ में उसी समयों में होने वाली दूसरी घटना है कलीसिया का रैप्चर या प्रभु के लोग उठा लिए जाना. റാപ്ചർ അഥവാ ഉൽപ്രാവണത്തിൽ 2 കാര്യങ്ങൾ നടക്കും. ये रैप्चर में 2 बातें होती हैं. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. पहला है मसीह में सोए हुए संतगण प्रभु में जी उठेंगे. 2, ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. और दूसरी बात है जीवित रहने वाले मसीह लोग अपने जीवन में पुनरुत्थान को पाए, रूपांतरण होंगे. അപ്പോൾ ഒന്ന്, യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത. सबसे पहला है यीशु मसीह के बादलों पर आना. 2, അതേ സമയം തന്നെ നടക്കുന്നു
ഭൂമിയിൽ നിന്ന് സഭയുടെ ഉൽപ്രാപണം. और दूसरी बात उसी समय पर होने वाली घटना है, कलीसिया इस पृथ्वी से उठा लिए जाना. ഉൽപ്രാപണത്തിൽ രണ്ട് ഘടകങ്ങൾ. इस रैप्चर में दो बातें हम देखे. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ്. मसीह में सोए हुए लोगों के उठा लिए जाना. രണ്ട്, ക്രിസ്തുവിൽ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം. और दूसरी बात, मसीह में जो जीवित रह गए हैं वो अपने जीवन में रूपांतरण हो जाएंगे. ഒന്ന് തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. पहला തെസ്സലോനിकी पत्री 4 का 17 18 आयत में 16 और 17 आयतों में हम देखते हैं. അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഒന്നാമത്തെ സംഭവമായേ. सबसे पहली बात है, प्रभु यीशु मसीह स्वर्ग से उतर आ रहा है. അതിനുശേഷം ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. दूसरी बात, जो मसीह में मरे हैं वे पहले जी उठेंगे. പിന്നെ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതുകൊണ്ടാണ് നാം അതിനെ ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത എന്ന് വിളിക്കുന്നത്. हम बादलों पर उठा लिए जाएंगे, इसलिए हम कहते हैं मसीह के बादलों में प्रकट होना. അവിടെ കണ്ടല്ലോ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ച്. हमने वहां देखा, हम जो जीवित रहते हैं वो रूपांतरण हो जाते हैं. 1 കൊരിന്ത്യർ 15:52 വാക്യത്തിലും നാം അത് കാണുന്നുണ്ട്. पहला कुरिन्ती 15 उसके 52 आयत में भी हम ये बात को देखेंगे. ഫിലിപ്പിയർ 3:21, फिलिपियों की पत्री 3 अध्याय उसके 21वें आयत में भी. റോമാലേഖനം 8-ാമത്തെ വാക്യം. रोमियो की पत्री 8 अध्याय उसके 11वें आयत में भी हम पढ़ते हैं. ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് ഉള്ള ഉൽപ്രാപണമാണ്. और इन सारे आयतों में ये दो बातों को हम पढ़ते हैं जिसे हम रैप्चर कहते हैं. മനസ്സിലാവുന്നുണ്ടല്ലോ? आप समझ रहे होंगे. സ്തോത്രം. ഞാൻ അതിനെ ഒന്നും കൂടെ ഒരു തെളിവോടുകൂടെ ഒന്ന് പറയാം. एक और सबूत को रखकर आपको मैं समझाता हूं. സൊദോം ഗൊമോറയെ കുറിച്ച് നമുക്കറിയാം. सदोम और अमोरा के विषय में हम जानते हैं. എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം? वहां का समस्या क्या था? പാപം. ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരാം. मैं आपको विकल्प देता हूं. പാപികളുടെ പെരുപ്പമോ നീതിമാന്മാരുടെ കുറവോ ഇതിലേതായിരുന്നു സൊദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കാനുള്ള കാരണം? सदोम और अमोरा को प्रभु नष्ट करने का कारण मैं आपको दो विकल्प दूंगा. क्या पापियों का वहां बढ़ोतरी होना या धर्मियों का कमी पाया जाना? उनमें से कौन सा है? എന്തോ കറക്റ്റാ. आपने सही बोला, धर्मियों का कमी होना. ദൈവം സൊദോം ഗൊമോറയെ നശിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, അയ്യോ കർത്താവെ നശിപ്പിക്കല്ലേ. जब परमेश्वर ने सदोम और अमोरा को नष्ट कर देगा ऐसे कहा, तो अब्राहम ने परमेश्वर से कहता है, प्रभु ऐसे मत करो. ഒടുവിൽ അബ്രഹാം പറയുന്നു, ഒരു 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ നീ നശിപ്പിക്കുവോ? आखिर में अब्राहम पूछता है परमेश्वर से, प्रभु एक परमेश्वर 50 धर्मी हो तो क्या उसे नष्ट करोगे? ദൈവം പറയുന്നു ഇല്ല. परमेश्वर कहता है नहीं. ഉൽപ്പത്തി 18-19 അധ്യായങ്ങളിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. उत्पत्ति 18 और 19 अध्याय के विषयों में हम बता रहे हैं. 50 നിന്ന് അബ്രഹാം 10 താഴുന്നു. अब्राहम 50 से 10 तक उतर आता है. 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ സദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കയില്ലെന്ന് വാക്ക് കൊടുക്കുന്നു. परमेश्वर अब्राहम से एक वचन कहता है, यदि 10 धर्मी भी रहे तो मैं उसे नष्ट न करूंगा. പക്ഷേ ദൈവം നശിപ്പിച്ചു. परंतु परमेश्वर ने उन्हें नष्ट कर दिया. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, इसका अर्थ क्या है? മിനിമം ദൈവം ആഗ്രഹിച്ച 10 നീതിമാന്മാര് പോലും സൊദോം ഗൊമോറയിൽ ഇല്ലായിരുന്നു. परमेश्वर ने जो कम से कम 10 धर्मी को जो चाहा वो वहां पर नहीं पाए. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടല്ലോ?
आप हमारे साथ है ना? അറിയാവുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. हम जानने वाला एक विषय को हमने भी बताया, പക്ഷെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, हम ध्यान नहीं देते हैं कभी कभार। അവിടെ ദൈവത്തിന്റെ ഒരു വലിയ പ്രവർത്തന തത്വം കാണാൻ പറ്റും. वहां पर परमेश्वर का एक कार्य करने का एक विषय को हम देखते हैं। എന്താണ്? क्या है वो? ഒന്നാമത്തെ കാര്യം, सबसे पहली बात, നീതിമാന്മാരെ ദുഷ്ടന്മാരോടുകൂടെ നശിപ്പിക്കയില്ല. परमेश्वर जो है धर्मियों को अधर्मियों के संग नष्ट नहीं करेगा। രണ്ട്, ദൈവത്തിന്റെ കണക്കിൻ പ്രകാരമുള്ള മിനിമം കുറഞ്ഞ നീതിമാന്മാരുടെ സംഖ്യയെങ്കിലും ഉണ്ടെങ്കിൽ അവർ മൂലം ദുഷ്ടന്മാരെയും കൂടെ ദൈവം നശിപ്പിക്കാതെ സൂക്ഷിക്കും. प्रभु यीशु परमेश्वर के दृष्टिकोण में जो 10 की जो धर्मियों की गिनती है, यदि वो पाया जाए तो उनके कारण परमेश्वर अधर्मियों को भी बचा रखेगा। കൂടെ വരുന്നുണ്ടല്ലോ? आप साथ में है ना? ദൈവത്തോട് അബ്രഹാം ചോദിച്ചു, ദൈവമേ, ദുഷ്ടനോടുകൂടെ നീ നീതിമാനെയും നശിപ്പിക്കുമോ, സംഗ്രഹിക്കുമോ? अब्राहम ने परमेश्वर से पूछता है, क्या आप धर्मियों को अधर्मियों के साथ नष्ट करोगे? ദൈവം പറയുന്നു, ഇല്ല, ഞാൻ നശിപ്പിക്കത്തില്ല. परमेश्वर कहता है, मैं नहीं करूंगा। അപ്പോഴാണ് പറയുന്നത്, ഒരു 50 ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? तभी पूछता है, क्या 50 भी है तो आप करोगे? ഇല്ല. नहीं। കുറഞ്ഞ് 10 कम होते होते 10 तक पहुंचता है। 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിമിത്തം നീ ദേശത്തെ വിടുവിക്കത്തില്ലേ? क्या यदि 10 धर्मी भी है तो उनके कारण क्या उस देश को आप बचाएगा? ദൈവം പറയുന്നു, ഉറപ്പായിട്ടും. परमेश्वर कहता है, पक्का। അപ്പോ ദൈവപ്രവർത്തികളുടെ 3 പ്രധാന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. यहाँ पर परमेश्वर के कार्य करने के 3 मुख्य बातों को बता रहा है। ഒന്നാമത്തേത്, ദൈവം നീതിമാന്മാരെ ദുഷ്ടന്മാരോടുകൂടെ നശിപ്പിക്കില്ല. पहली बात है, परमेश्वर धर्मियों को अधर्मियों के साथ नाश नहीं करेगा। രണ്ടാമത്തെ കാര്യം, ദുഷ്ടന്മാരെയും കൂടെ രക്ഷിക്കത്തക്കതുപോലെ ദൈവത്തിന്റെ കണക്കിലെ കുറഞ്ഞ മിനിമം കണക്കെങ്കിലും നീതിമാന്മാരുടേത് ഉണ്ടെങ്കിൽ അവർ നിമിത്തം ദുഷ്ടന്മാരെയും ദൈവം സംരക്ഷിക്കും. दूसरी बात है, अधर्मियों को भी बचाने के लिए परमेश्वर के दृष्टिकोण में जो कम से कम 10 धर्मियों की गिनती भी पाया जाए तो परमेश्वर उनके कारण उन अधर्मियों को भी बचा रखेगा। മൂന്നാമത്തേത്, तीसरी बात, ഇനിയും ദൈവത്തിന് സംരക്ഷിക്കുന്നതിനുള്ള നീതിമാന്മാരുടെ സംഖ്യ മിനിമത്തിലും താണുപോയാലോ? यदि परमेश्वर को धर्मियों का उस संख्या अपने दृष्टिकोण से कम भी हो जाए तो? നിങ്ങൾ പറ. आप कहिए। അപ്പൊ പിന്നെ രണ്ടിനെ ഒരുമിച്ചങ്ങ് നശിപ്പിക്കും അല്ലേ? ഇല്ല. പിന്നെന്താ ചെയ്യുന്നേ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മിനിമത്തിൽ കുറഞ്ഞുള്ള നീതിമാന്മാരെ ദൈവം നശിപ്പിക്കാനുള്ള ആ ഏരിയയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകും. ऐसा है तो तीसरा विषय यह है कि यदि परमेश्वर के दृष्टिकोण में जो कम से कम गिनती में से भी यदि कम धर्मी उस जगह में है तो परमेश्वर उनको उनके बीच में से बाहर निकाल कर लेकर आएगा। അങ്ങനെയാണ് 4 പേര് മാത്രം ഉണ്ടായിരുന്ന മിസ്സിസ് ആൻഡ് മിസ്റ്റർ ലോത്ത് രണ്ടുപേരെയും മക്കളെ രണ്ടുപേരെയും കൂടെ വലിച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയത്. और इसी के कारण हम देखते हैं 4 जन समा हुआ एक परिवार में से चारों को परमेश्वर उस देश में से बाहर लेकर गया। അവരോട് പറയുന്നു, വേഗം പോകുക, നിങ്ങൾ ഈ പട്ടണത്തിന് പുറത്തു പോകാതെ ദൈവത്തിന് ന്യായവിധി ചൊരിയാൻ പറ്റില്ല. उनसे कहता है, जल्द इस देश से आप भाग जाए, जब तक यहाँ से आप बाहर नहीं जाओगे तब तक प्रभु अपने न्याय को इस देश में नहीं भेजेगा। ഈ ലോകത്തിൽ നാം ഇന്ന് പാപത്തിന്റെ പെരുപ്പം കാണുന്നുണ്ടല്ലേ? इस दुनिया में हम पाप की बढ़ोतरी को देखते हैं। എന്റെ കൂടെ നിങ്ങളുണ്ടോ? आप मेरे साथ है ना? ഈ ലോകത്തിൽ നാം ഇന്ന് പാപം വർദ്ധിക്കുന്നത് കാണുന്നു. और इस हमारे संसार में पाप के बढ़ता हुआ एक नजरिया हम देख रहे हैं.
പാപം ഇനിയും കുറയില്ല, കൂടുകയുള്ളൂ. पाप अभी कम नहीं होंगे, दिन प्रतिदिन बढ़ता ही जाएगा. കാരണം ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിന് ഭൂമിയിൽ വെളിപ്പെടുവാൻ ഇവിടെ പാപം പെരുകിയേ പറ്റൂ. कारण यह है, विरुद्ध मसीह को इस पृथ्वी में प्रकट होने के लिए पाप का बढ़ा हुआ अवस्था पाना जरूरी है. എതിർ ക്രിസ്തുവിന്റെ ഒരു പ്രധാന പേര് പൗലോസ് പറയുന്നുണ്ട്. विरुद्ध मसीह के बारे में एक नाम पौलोस हमें कह रहा है. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. मेरा ध्यान सही है तो दूसरा थिस्सलुनीकियों की पत्री 2 अध्याय उसकी 5वीं आयत को थोड़ा पढ़ लीजिए. Enough. The lawless one. ചില വേർഷൻസിൽ നമ്മൾ കാണുന്നത് the man of sin. നിങ്ങൾ ഏതെങ്കിലും വേർഷൻസിൽ ഉണ്ടോ? അത് ഏത് വേർഷൻ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. कई अंग्रेजी अनुवाद में इस प्रकार बताया जाता है, पाप का वो मनुष्य, പുരുഷ്, പുരുഷ്. അധർമ്മത്തിന്റെ മർമ്മം, अधर्म का भेद. അതുപോലെ തന്നെ പാപത്തിന്റെ പുരുഷൻ, പാപത്തിന്റെ മനുഷ്യൻ. पाप का वो पुरुष. കാരണം എതിർ ക്രിസ്തു ഭൂമിയിൽ വെളിപ്പെടുവാനുള്ള ഒരു പ്രധാന കാരണം പാപത്തിന്റെ പെരുപ്പമാണ്. विरुद्ध मसीह इस संसार में प्रकट होने का सबसे अहम विषय पाप का बढ़ा जाना. അതിന്റെ 5-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. इसका 5 वचन को भी पढ़ना. इंग्लिश में पढ़िए 5वां पद. The man of lawlessness. In other versions, the man of sin. यहाँ पर लिखा गया 3री आयत में पाप का वो पुरुष. हिंदी में पाप का पुरुष लिखा. ओके. എതിർ ക്രിസ്തുവിന്റെ പേരാണ് മാൻ ഓഫ് ലോലെസ്നെസ് ഓർ മാൻ ഓഫ് സിൻ, അല്ലെങ്കിൽ പാപത്തിന്റെ പുരുഷൻ. विरुद्ध मसीह के बारे में वचन कहता है पाप का पुरुष या विनाश का पुत्र या पाप में पाया जाने वाला पुरुष. അതായത് പാപത്തിന്റെ വർധനവിൽ, പാപത്തിന്റെ ചിറകിലേറിയാണ്, മ്ലേച്ഛതയുടെ ചിറകിലേറിയാണ് എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. पाप का उस पंखों में आड़ पाते हुए ये विरुद्ध मसीह प्रकट होगा. അതിന് ഭൂമിയിൽ പാപം പെരുകിയേ പറ്റൂ. उसी के लिए इस पृथ्वी में पाप का बढ़ा जाना जरूरी है. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. वो होता ही जाएगा. അതിനനുസരിച്ച് ഭൂമിയിൽ നീതിമാന്മാരുടെ സംഖ്യ കുറഞ്ഞു വരും. उसी के संदर्भ में इस पृथ्वी में धर्मियों का संख्या कम होते जाएंगे. നീതിമാന്മാരുടെ സംഖ്യ ഇന്ന് ഉള്ളതുകൊണ്ടാണ് ഒരു ഇക്വിലിബ്രിയത്തിൽ, സന്തുലിതാവസ്ഥയിൽ ഭൂമി, ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. धर्मियों का एक अच्छा संख्या आज है, इसीलिए एक संतुलन में ये दुनिया आज चल रहा है. എന്നാൽ ഈ സംഖ്യ അപകടകരമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. परंतु ये जो संख्या है बड़े तेजी से गिरावट पा रहा है. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. भजन संहितकार कहता है यहोवा बचाए, क्योंकि जो भक्त लोग कम दिखाई दे रहे हैं. ഇങ്ങനെ നീതിമാന്മാർ അപകടകരമായി കുറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ നിമിത്തം ഭൂമിയെ സംരക്ഷിക്കുവാൻ ദൈവത്തിന് പദ്ധതിയില്ലായിരിക്കും. और यदि ऐसे धर्मी लोग कम होते जाएंगे तो इस दुनिया को बचाने के लिए हो सकता है परमेश्वर के पास और कोई योजना नहीं होगा. പക്ഷേ ഈ നീതിമാന്മാരെ നശിപ്പിക്കുവോ? परंतु क्या ये धर्मियों को प्रभु नाश करेगा? ഇല്ല. नहीं. സ്തോത്രം. സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ മാത്രം നശിപ്പിച്ചപ്പോൾ ആ പട്ടണങ്ങളിൽ നിന്നും നീതിമാന്മാരെ മറ്റൊരിടത്തേക്ക് കർത്താവ് മാറ്റി. सोदोम और अमोरा नाम का इस देश को जब परमेश्वर ने नाश किया तो वहां से जो धर्मी थे वहां उनको अलग किया गया. കോരഹിനെയും കൂട്ടരെയും ഭൂമി വായു പിളർന്ന് വിഴുങ്ങിയപ്പോഴും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ദഹിപ്പിച്ചപ്പോഴും മോശയിലൂടെ വിളിച്ചു പറഞ്ഞു, അവരിൽ നിന്നും
മാറിപ്പോകൂ മാറിപ്പോകൂ എന്ന്. कोरह और उनके पुत्रों को जब पृथ्वी ने निगल दिया, आग भेजकर उनको प्रभु ने जब भस्म कर दिया, परमेश्वर ने मूसा से कहता है उनके बीच में से अलग हो जा, अलग हो जा. എന്നാൽ ഇനിയും സംഭവിപ്പാൻ പോകുന്ന ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു പട്ടണത്തിലെ കാര്യമല്ല. परंतु अभी हम जो देखने जाने वाला या आने वाली घटना जो है वो एक क्षेत्र का विषय नहीं, ഒരു രാജ്യത്തെ വിഷയമല്ല. एक राज्य के संदर्भ में नहीं. അങ്ങനെയായിരുന്നെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ബോംബിടുന്നതിന് മുമ്പ് ഇന്ത്യക്കാരെ മുഴുവനും മാറ്റിയതുപോലെ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാമായിരുന്നു. ऐसा होता तो अफगानिस्तान में बॉम्ब डालने से पहले जैसे भारतीयों को हटाया गया ऐसे हटा सकता. എന്നാൽ ഇത് സംഭവിപ്പാൻ പോകുന്നത് ഭൂമി മുഴുവനുമാണ്, ലോകം മുഴുവനുമാണ്. परंतु अब जो होने वाली घटना है पूरी संसार में, पूरी पृथ्वी भर में होने वाला एक घटना അപ്പോൾ होगा. പിന്നെ ഈ നീതിമാന്മാരെ എവിടേക്ക് മാറ്റും? तब ऐसे अवसर में इन धर्मियों को कहाँ रखेंगे? ഏതെങ്കിലും കോണ്ടിനെന്റിലേക്ക്, ഭൂഖണ്ഡത്തിലേക്ക് മാറ്റി രക്ഷപ്പെടുത്താൻ പറ്റില്ല. क्या ऐसे कोई एक ऐसे अलग जगह पे क्या उनको हम बचा सकते हैं क्या? അങ്ങനെയാകുമ്പോഴാണ് ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരെയും ഭൂമി എന്ന ഗ്രഹത്തിൽ നിന്ന്, പ്ലാനറ്റിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക് കർത്താവ് മാറ്റിക്കൊണ്ടുപോകുന്നത്. इसी के कारण है इस पृथ्वी में से परमेश्वर जो धर्मी है यहाँ से हटाकर एक अलग जगह पे प्रभु ने ले जाएगा. അങ്ങനെ ഈ ഭൂമി എന്ന പ്ലാനറ്റിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക്, ഗ്രഹത്തിലേക്ക് ഇവിടെയുള്ള സംഖ്യയിൽ കുറഞ്ഞുപോയ നീതിമാന്മാരെ എടുത്തു മാറ്റുന്ന പ്രക്രിയയുടെ പേരാണ് റാപ്ചർ, ഉൽപ്രാവണം. और ऐसा है तो इस पृथ्वी में से जब धर्मियों को यहाँ से हटाकर एक अलग जगह में स्थानांतर करेंगे, उसी प्रक्रिया को हम रैप्चर कहते हैं या प्रभु में उठा लिए जाना कहते हैं. അങ്ങനെ തനിക്കുള്ളവരെ ഇവിടെ നിന്ന് മാറ്റിയതിനു ശേഷം സൊദോം ഗോമോറയിൽ ദൈവം ക്രോധാഗ്നി പകർന്നതുപോലെ ഭൂമിയിൽ 7 വർഷത്തെ മഹാപീഡനം അയക്കും. और ऐसे जब सदोम और अमोरा को में से लोगों को हटाकर जैसे प्रभु ने अपनी आग का न्याय भेजा, ऐसे इस पृथ्वी में प्रभु 7 साल के लिए पीड़ा का एक समय का आरंभ कराएगा. മനസ്സിലായോ? समझ में आया? ഒന്ന്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. सबसे पहला परमेश्वर स्वर्ग से उतर आएगा, മേഘങ്ങളിൽ വരും. बादलों पर आएगा. സ്തോത്രം. ഭൂമിയിൽ നിന്ന് സഭ ഉൽപ്രാവണം പ്രാപിച്ച് മേഘങ്ങളിലെത്തി ക്രിസ്തുവുമായിട്ട് സന്ധിക്കും. और पृथ्वी में से कलीसिया उठा लिए जाएंगे और मसीह के साथ मिल जाएंगे. ഇസഹാക്കിന്റെ കല്യാണ സമയത്തേതുപോലെ इसहाक के विवाह के समय जैसा हुआ. ഇസഹാക്ക് വെളിംപ്രദേശത്ത് പ്രാർത്ഥിക്കാൻ പോയെന്ന് വായിക്കുന്നു. और इसहाक बाहरी जगह में प्रार्थना करने के लिए गया, ऐसे हम पढ़ते हैं. അപ്പോൾ റിബേക്ക അവിടെ നിന്ന് ഒട്ടകപ്പുറത്ത് വരുന്നു. तब रिबका जो है वो एक ऊंट के ऊपर सवार होकर आ रही है. റിബേക്ക ദൂരെ നിന്നൊരു പുരുഷനെ കണ്ടു, ചോദിച്ചു അത് ആരാ? അപ്പോൾ എലയാസർ പറഞ്ഞു, അവനാണ് നിന്റെ പുരുഷൻ. और रिबका ने जब दूर से एक पुरुष को देखा, उन एलियासर से पूछती है वो मनुष्य कौन है? तब वो कहता है कि वही तेरा पुरुष है. അവൾ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി സാഷ്ടാംഗം അവനെ പ്രണമിച്ചു. അവൻ അവളെ ചേർത്തുകൊണ്ടു ആ വഴിയിൽ വെച്ച് രണ്ടുപേരും കൂടെ സന്ധിച്ചിട്ട് ഇസഹാക്ക് അവളെയും കൂട്ടി അവളുടെ അമ്മയുടെ കൂടാരത്തിൽ കയറിയെന്നാണ് വായിക്കുന്നത്. और वचन में हम पढ़ते हैं कि रिबका उस ऊंट पर से उतर जाती है, उसको प्रणाम करती है और इसहाक उसे अपने संग लेकर अपने माता के तंबू में प्रवेश करता है. ഇതേപോലെ കർത്താവ് നമ്മുടെ മണവാളൻ ഈ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. इसी समान हमारा दुल्हा जो है आमीन स्वर्ग से उतर आएगा. ഇന്ന് നമ്മോടൊപ്പമുള്ള പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കി മേഘങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. आज हमारे संग रहने वाला पवित्र आत्मा हमें तैयार कर हमें बादलों पर उठा लेंगे. 1 തെസ്സലോനി 4:16-17
നമ്മൾ വായിച്ചതുപോലെ അവിടെ വെച്ച് നമ്മൾ ആകാശമേഘങ്ങളിൽ കർത്താവിനെ കണ്ടുമുട്ടും. पहला थिस्सलुनीकी 4 उसके 16 और 17 में हमने देखा, आमीन, वहां हम अपने मसीह का आमना सामना देखेंगे. അവിടെ വെച്ച് നമ്മളെ കണ്ടിട്ട് നമ്മുടെ കർത്താവ് തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. वहां हमें देखने के बाद हालेलुया। आमीन, मसीह अपने पिता के घर में हमें ले जाएगा. ഹല്ലേലൂയ. Praise the ഈ Lord. പ്രക്രിയയുടെ പേരാണ് ഉൽപ്രാവണം. और ये प्रक्रिया का नाम है रैप्चर या उठा लिए जाना. വരുവാനുള്ള ക്രോധത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാനാണ് ഉൽപ്രാവണം. आने वाले क्रोध के समय से हमें बचाने के लिए ये समय प्रभु ने तैयार किया. അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഉൽപ്രാവണം മഹാപീഡനത്തിന് മുമ്പ് സംഭവിക്കുമെന്ന്. इसलिए हम विश्वास करते हैं ये रैप्चर या उठा लिए जाना उस पीड़ा के काल के आमीन पहले होंगे. ഇത്രയും മനസ്സിലായോ? इतना समझ आया? ഭാവികാല സംഭവങ്ങളിലെ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ. आने वाले समय के बारे में पहले 2 बातें हमने देखे. മൂന്നാമത്തേതാണ് സ്തോത്രം വിശുദ്ധന്മാരുടെ ന്യായവിധി. तीसरी बात है जो पवित्र लोग हैं उनका न्याय होना. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വെച്ചുള്ള വിശുദ്ധന്മാരുടെ ന്യായവിധി. परमेश्वर के न्यायासन के सामने पवित्र लोगों का न्याय किया जाना. സ്തോത്രം. ചിലപ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് തോന്നാം, हो सकता है आपके अंदर एक संदेह अब उठा रहा हो, വിശുദ്ധന്മാർക്ക് ന്യായവിധി ഉണ്ടോ എന്നല്ലേ? क्या पवित्र लोगों का न्याय होगा? ഉണ്ട്. है. അപ്പൊ പിന്നെ റോമർ 8:1 അർത്ഥം എന്താ? तब रोमियों की अध्याय 8 का 1 का अर्थ क्या है? അവിടെ എഴുതിയിരിക്കുന്നത് ശിക്ഷാവിധിയില്ലെന്ന്. वहां पर कहता है कि अब जो मसीह में है उनमें न्याय नहीं है, दंड नहीं है. അപ്പൊ പിന്നെ ഈ ന്യായവിധി ഉണ്ടെന്ന് പറഞ്ഞതോ? तो इसके बाद ये न्याय का समय होगा, ये इसका कारण क्या है? നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമുള്ള അവിടെ. हम ध्यान नहीं देते, इसका एक गड़बड़ी है. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഇനി ന്യായവിധി ഇല്ലെന്നാണ് എഴുതിയേക്കുന്നത്. मसीह में जो है उनके ऊपर न्याय नहीं होगा ऐसा लिखा है, या उनके ऊपर दंड नहीं होगा ऐसा लिखा है? ന്യായവിധി വേറെ, ശിക്ഷാവിധി വേറെ. न्याय अलग है, दंड देना अलग है. നീതിമാന്മാർക്ക് ന്യായവിധിയുണ്ട്, പക്ഷേ ശിക്ഷാവിധിയില്ല. पवित्र लोगों के ऊपर न्याय होगा परंतु दंड नहीं होगा. മനസ്സിലായോ? समझ आया? ന്യായവിധി, വിശുദ്ധന്മാരുടെ ന്യായവിധി സ്വർഗത്തിൽ വിടണോ നരകത്തിൽ വിടണോ എന്ന് തീരുമാനിക്കാനല്ല. और पवित्र लोगों का न्याय जो है उन्हें क्या स्वर्ग भेजना है या नरक भेजना है इस कारण से नहीं. പിന്നെ എന്തോ പ്രതിഫലം കൊടുക്കണം എന്ന് തീരുമാനിക്കാനാ. परंतु उन्हें क्या प्रतिफल देना है उसके विषय में फैसला लेने के लिए. നമ്മുടെ ടാലന്റ് ടെസ്റ്റ് ഒക്കെ നടക്കത്തില്ലേ? हमारा टैलेंट प्रतियोगिता जब होते हैं നമ്മൾ ജഡ്ജസിനെ വിളിക്കുമല്ലോ. हम जजेस को बुलाते हैं. എന്തിനാ? ചൊവ്വെ പാട്ട് പാടാത്തവനെ തല്ലാനാണോ? क्या हम ऐसे इस कारण से बुलाते हैं कि जो अच्छे से गीत नहीं गाता उसे जो 2 मार लगाए? ആണോ? ऐसा इसलिए क्या? അല്ല. പിന്നെ അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തിയിട്ട് അതിന് തക്ക പ്രൈസ് കൊടുക്കാന്നേ ഉള്ളൂ. उनकी प्रतियोगिता को अलांकन करके उनको इनाम देने के लिए. ഇതേ പ്രയോഗം തന്നെയാണ് 2 കൊരിന്ത്യർ 5:10 यही प्रयोग 2 कोरिन्थियों की पत्री 5 का 10 में हम पाते हैं. ക്രിസ്തുവിന്റെ ന്യായാസനം. यीशु मसीह का न्याय आसन. സ്തോത്രം. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. हम सबका हाल मसीह के न्याय आसन के सामने खुल जाए. അതിനെ പൊതുവെ വിളിക്കുന്നത് ദ ബീമാ സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. और उसे साधारण रीति से कहते हैं ഭീമ. ഹിന്ദിയിലെ ഭീമ അല്ല കേട്ടോ. ആ ഭീമ എന്ന് പറഞ്ഞാൽ ഒരു റഫറിയുടെ,
ഒരു അമ്പയറിന്റെ സീറ്റിനെയാണ് വിളിക്കുന്നത്. और वो बीमा सीट का अर्थ इतना ही है जिस प्रकार एक रेफरी या एक अंपायर वो अपने उस कुर्सी पे बैठ के जैसे उस खेल को देखते हैं. അപ്പൊ പ്രൈസ് കൊടുക്കുക, പ്രതിഫലം കൊടുക്കാന്നേ ഉള്ളൂ. इनाम देने के लिए या प्रतिफल देने के लिए इतना ही उसका अर्थ. അപ്പോൾ മൂന്നാമത്തെ സംഭവം, ഉൽപ്രാപണത്തിന് ശേഷം നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയാൽ അവിടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ പ്രവർത്തികളെ അപഗ്രഥിച്ചിട്ട് നമുക്ക് പ്രതിഫലങ്ങൾ നൽകുക. रैप्चर के बाद तीसरा होने वाला घटना यह है कि हम सबको परमेश्वर के न्याय आसन के सामने हमने किए हुए कार्यों का इनाम या फल पाने के लिए खड़े रहना होगा. 1 കൊരിന്ത്യർ ലേഖനം 3:10 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങളും അത് നമ്മെ പഠിപ്പിക്കുന്നു. पहला कुरिन्थियों की पत्री 3 अध्याय उसके 10 से लेकर 15 आयत में भी यह हमें सिखाता है. വിശുദ്ധന്മാരുടെ പ്രവർത്തികളുടെ ന്യായവിധി. और पवित्र लोगों का कार्य जो है उसका न्याय होना, അതാണ് മൂന്നാമത്തെ സംഭവം. वो तीसरा घटना है. നാലാമത്തേതാണ് ദ മാരേജ് ഓഫ് ദ ലാംബ്, കുഞ്ഞാടിന്റെ കല്യാണം. और चौथा विषय यह है मेमने का विवाह. ന്യായവിധി കഴിഞ്ഞതിന് ശേഷം പ്രതിഫല വിഭജനത്തോടനുബന്ധിച്ചാണ്, സ്തോത്രം, ഇത് കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്നു. നമുക്ക് ധരിക്കുന്നതിനുള്ള വെള്ളയുടുപ്പ് ലഭിക്കുന്നു. और परमेश्वर के प्रतिफल दिए जाने के बाद में हम परमेश्वर के मसीह के साथ विवाह होगा और दुल्हा और दुल्हन मिलाया जाएगा. വെളിപ്പാട് 19-ാമത്തെ അധ്യായത്തിന്റെ 6 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. प्रकाशित वाक्य 19वें अध्याय उसके 6 और आदि वचनों में इन बातों को पढ़ते हैं. 7-8 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. 7 और 8 आयत को पढ़ लीजिए. അവൾക്ക് എന്തിന് വരം ലഭിച്ചിരിക്കുന്നു? किस कार्य के लिए वर दिया गया है? ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം അല്ലെങ്കിൽ വിവാഹ വസ്ത്രം ധരിക്കാൻ കൃപ ലഭിച്ചിരിക്കുന്നു. और शुद्ध और चमकदार महीन मलमल पहनने का अधिकार दिया गया है. അതെന്തുവാ? उसका अर्थ क्या है? വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. पवित्र लोगों का अच्छे या धर्म का काम. അത് എപ്പോഴാണ് വെളിപ്പെടുന്നത്? वो कब प्रकट होगा? ന്യായാസനത്തിങ്കൽ, न्याय आसन के सामने. അതുകൊണ്ടാണ് ന്യായവിധിക്ക് ശേഷം കുഞ്ഞാടിന്റെ കല്യാണമെന്ന് നമ്മൾ പറയുന്നത്. इसलिए हम कहते हैं न्याय आसन में न्याय होने के बाद में मेमने का विवाह होता है. കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. उस विवाह में न्योता पाए हुए लोग भाग्यवान हैं. നമുക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടോ? क्या हमें उसका न्योता मिला है? ഉണ്ടോ? मिला है क्या? എനിക്ക് കിട്ടിയിട്ടില്ല. मुझे मिला नहीं. നമ്മുടെ നാട്ടിൽ പണ്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. കല്യാണ ചെറുക്കൻ കല്യാണ പെണ്ണിനും കൂടെ കുറി അയക്കുമായിരുന്നു. പണ്ട് അങ്ങനെ സിസ്റ്റം, ഇപ്പൊ ഒന്നുമില്ല. केरल में ऐसा एक रीति हुआ करता था कि दुल्हा जो है दुल्हन को शादी का न्योता बेचता था. ഇനിയും അങ്ങനെ കാർഡ് കിട്ടിയില്ലെങ്കിൽ കല്യാണത്തിന് മണവാട്ടി പെണ്ണ് വരുത്തില്ലായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. और मुझे ये नहीं मालूम ऐसे निमंत्रण नहीं मिलने से क्या दुल्हन नहीं आती थी, वो नहीं जानता. അങ്ങനെ ഒരു സിസ്റ്റം എന്തിനായിരുന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. और ऐसे एक रीति या प्रथा क्यों था भी मुझे नहीं मालूम. എന്നാൽ ഇപ്പോഴത്തെ കണക്കിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, കല്യാണത്തിന് മണവാട്ടിയെ ക്ഷണിക്കാറുണ്ടോ? ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. आज के संदर्भ में हम ये बात को पता कर पाते हैं कि एक शादी में विवाह में उसके दुल्हन को क्या बुलाने की आवश्यकता है? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണമില്ലെന്ന്. इसलिए मैंने कहा कि उस मेमने के विवाह में मुझे न्योता नहीं मिला है. കാരണം ഞാൻ ആ കുഞ്ഞാടിന്റെ മണവാട്ടിയാണ്. कारण यह है क्योंकि मैं उस मेमने का दुल्हन हूं. സ്തോത്രം.
നമ്മളിത് അറിയാതെ ഒത്തിരി കല്യാണ വേദികളിലും കൺവെൻഷൻ വേദികളിലും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണം കിട്ടിയ നമ്മൾ ഭാഗ്യവാന്മാരാണ്. और ये ना जानते हुए अनेक विवाह समारोह में अनेक लोगों को कहता हुआ हमने सुना है कि उस विवाह में, मेमने के विवाह में निमंत्रण पाए हुए लोग भाग्यवान हैं. നമ്മള് ക്ഷണിതാക്കളല്ല, നമ്മൾ മണവാട്ടികളാണ്. और हम न्योता पाने वाले लोग नहीं, परंतु हम दुल्हन हैं. സ്തോത്രം. ക്ഷണിക്കപ്പെട്ടവർ ഇത്രയും ഭാഗ്യവാന്മാരാണെങ്കിൽ മണവാട്ടിയുടെ ഭാഗ്യം എത്ര വലുതാ. और न्योता पाए हुए लोग इतने भाग्यवान हैं तो दुल्हन का हालत क्या है सोच लीजिए. സ്തോത്രം. കുഞ്ഞാടിന്റെ കല്യാണം, അതാണ് നാലാമത്തേത്. और चौथी विषय है मेमने का विवाह. അഞ്ചാമത്തെ സംഭവമാണ് ഭാവികാല സംഭവങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അന്ത്യ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള സ്വർഗീയ തയ്യാറെടുപ്പുകൾ. पांचवा बिंदु यह है कि अंतिम समयों में जो उद्धार का काम होना है उसमें परमेश्वर में स्वर्ग के ओर से होने वाली तैयारियां. വീണ്ടെടുപ്പിന്റെ അന്തിമ ഘട്ടത്തിന് വേണ്ടിയുള്ള സ്വർഗീയ തയ്യാറെടുപ്പ്. छुटकारे का उस अंतिम समय में स्वर्ग में होने वाली तैयारियां. അതാണ് വെളിപ്പാട് 4ഉം 5ഉം അധ്യായങ്ങളിൽ കാണുന്നത്. उसी के संदर्भ में प्रकाशित वाक्य 4 और 5 अध्याय में हम पढ़ेंगे. നമുക്ക് നമ്മുടെ വീട് ഒരാൾ കയ്യേറി. यदि हमारा घर किसी एक ने अपने हक में ले लिया, ഒടുവിൽ കേസിന് പോകുന്നു, अंत में हमें केस करना पड़े, നമ്മൾ കേസിൽ വിജയിക്കുന്നു. और अंत उस केस में हम विजयी हो जाते हैं. കേസിൽ നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാകുന്ന അന്ന് തന്നെ അവര് വീട് കാലിയാക്കി തരുമോ? उस केस का जब फैसला उस अंतिम समय में होता है, क्या उसी दिन में वो खाली करेंगे क्या? എന്തോ ചെയ്യത്തില്ല, അന്ന് ചെയ്യത്തില്ല. उसी दिन वो खाली नहीं करेंगे. അതിന് കോടതി തന്നെ ഒരു സമയപരിധി വെച്ചിട്ടുണ്ടാവും. ഇത്ര ദിവസത്തിനകം നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണം. और उसी के संदर्भ में न्यायालय एक समय सीमा रखता है कि इतना समय के अंदर आप खाली करें. ചിലരാണെങ്കിൽ മാന്യന്മാരാണെങ്കിൽ ഇറങ്ങിക്കൊടുക്കും. एक अच्छा परिवार है तो या अच्छे लोग हैं तो वो अपने आप खाली कर दें. എന്നാൽ ഗുണ്ടകളാണല്ലോ, यदि वो गुंडा हो तो മാറത്തില്ല, नहीं हटेंगे, അവരവിടെ നിൽക്കും. वहीं पर रहेंगे. പിന്നെയും ഇവര് കോടതി പോകും. फिर से इनको कोर्ट जाना पड़ता है, കോടതി പോലീസിനെ അറിയിക്കും. और कोर्ट फिर पुलिस को बताते हैं, പോലീസുകാർ വന്ന് നിർബന്ധമായിട്ട് ഇവരെ പുറത്തിറക്കും. और पुलिस फिर इन्हें जबरदस्ती घर से बाहर निकालता है. ഈ ഭൂമി ആർക്ക് ദൈവം കൊടുത്തതാണ്? ये भूमि परमेश्वर ने किसको दिया था? എളുപ്പം പറഞ്ഞാട്ടെ. जल्दी बताइए. ആദാം ഹവ്വയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് കൊടുത്തതാ. मनुष्य को प्रभु ने इस पृथ्वी का अधिकार दिया गया. 115 സങ്കീർത്തനത്തിന്റെ 16 വാക്യമാണെന്നാണ് എന്റെ ഓർമ്മ. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. और भजन संहिता 116 उसका 115 उसका 16 पद में ऐसे बताया गया है, स्वर्ग यहोवा का है और पृथ्वी को उसने मनुष्यों को सौंप रखा है. പക്ഷേ മനുഷ്യന്റെ പാപം നിമിത്തം സകല സൃഷ്ടിയുടെ മേലും സാത്താന്റെ അധികാരമുണ്ടായി. परंतु मनुष्य के पाप के कारण सारी सृष्टि के ऊपर शैतान ने अधिकार रखा है. അവന് കർത്താവ് സമയം നിശ്ചയിച്ചു. और उसी के संदर्भ में प्रभु ने समय को निश्चय किया. പക്ഷേ അവൻ മാന്യനാണോ? क्या वो ईमानदार है? സാത്താൻ മാന്യനാണോ? क्या शैतान ईमानदार है? അല്ല. नहीं. അതുകൊണ്ട് അവൻ അങ്ങനൊന്നും ഇറങ്ങി പോകത്തില്ല. इसलिए वो ऐसे वैसे नहीं जाएगा, ബലപ്രയോഗം നടത്തിയേ പറ്റൂ. बल का प्रयोग करना होगा. നമ്മുടെ കർത്താവിനെതിരെ യുദ്ധം ചെയ്യാൻ പോലും അവൻ തയ്യാറായി വരുന്നത് വെളിപ്പാട് 20 നമ്മൾ കാണുന്നുണ്ട്. और प्रभु यीशु के सामने युद्ध करने के लिए भी तैयारी में आने वाले विषय में प्रकाशित वाक्य 20 अध्याय में हम पढ़ते हैं. അങ്ങനെ
കർത്താവ് കേസ് ക്രൂശിൽ വിജയിച്ചതാണ്. ऐसा प्रभु यीशु ने अपना फैसला जो है क्रूस पर पा लिया है. കൊലോസ്യർ 2:14-15 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. कोलोसियों की पत्री 2 का 14 और 15 पद में हम पढ़ते हैं. വിശേഷിച്ച് 15-ാമത്തെ വാക്യം. विशेष करके 15वें आयत में. पर ക്രിസ്തു ക്രൂശിൽ വിജയിച്ചു. मसीह जो है क्रूस पर विजयी हुआ. പക്ഷേ ആ വിജയത്തിന്റെ പൂർണ്ണത ഇതുവരെയും നടന്നിട്ടില്ല. परंतु उस विजय का जो प्रतिफल है या जो 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 इनाम है वो अभी तक സിദ്ധത अभी तक नहीं हुआ है. सिद्धता अभी तक नहीं हुआ. എല്ലാ ശത്രുക്കളെയും യേശു കീഴടക്കി. सारे शत्रुओं को यीशु ने अपने काबू में कर दिया. പക്ഷേ എല്ലാ ശത്രുക്കളും ഇതുവരെയും മാറിയിട്ടുണ്ടോ, മാറിപ്പോയോ? क्या हर एक शत्रु अभी तक अपने स्थान से हट गए हैं क्या? हरा दिए तो गए लेकिन हटा दिए गए क्या? कम ऑन प्लीज. नहीं. इल्ला. बच्चों, who will be the last enemy to be demolished? The last enemy to be demolished. वो अंतिम शैतान जो नाश किया जाएगा. अंतिम शत्रु. अंतिम शत्रु മരണം. मृत्यु. ഇതുവരെ മരണത്തെ ക്രിസ്തു തോൽപ്പിച്ചെങ്കിലും മരണത്തെ ക്രിസ്തു മാറ്റിയില്ല. मृत्यु को मसीह ने हरा दिया लेकिन उसे हटाया नहीं. ഇപ്പോഴും മരണം ഉണ്ട്. अभी भी मृत्यु है. മരണത്തിന്റെയും മരണം സംഭവിക്കണം. मृत्यु का भी मृत्यु होना है. മരണം നീങ്ങിപ്പോകണം. मृत्यु हटा दिया जाना है. 1 കൊരിന്ത്യർ 15:26 നമ്മൾ വായിക്കുന്നു, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. पहला कुरिन्ती 15 का 26 में पढ़ते हैं, अंतिम शत्रु जो मृत्यु है वो भी हटा दिया जाना है. അപ്പോൾ ഇതുവരെ അതൊന്നും നടന്നിട്ടില്ല. अभी तक वो हुआ नहीं. ആ മരണവും കൂടെ മാറുന്നതോടെയേ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണമാകുന്നുള്ളൂ. और वो मृत्यु के हटा दिए जाने के बाद ही हमारे उद्धार का पूर्तिकरण होगा. മനസ്സിലായോ? समझ आया? അതിനു മുമ്പ് നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമാകും. उससे पहले हमारे छुटकारा पूर्णता में आएगा. ഉൽപ്രാവണത്തോടെ നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമാകും. उस उठा लिए जाने के संदर्भ में हमारी उद्धार पक्का है. पूरा हो जाएगा. पूरा हो जाएगा. പക്ഷേ സൃഷ്ടിയുടെ വീണ്ടെടുപ്പ് അപ്പോഴും പൂർണ്ണമാകുന്നില്ല. परंतु सृष्टि का जो उद्धार है वो शेष है. അത് പൂർണ്ണമാകുന്നതിനുള്ള ഒത്തിരി സൈനിക നടപടിയുണ്ട്. और वो पूरा होने के लिए बहुत सारे सैन्य के कार्य करना जरूरी है. ആ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് സ്വർഗത്തിൽ നടക്കുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് 4-5 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. और उसी के संदर्भ में स्वर्ग में होने वाली तैयारियों के विषय में प्रकाशित वाक्य 4 और 5 अध्याय में हम पढ़ते हैं. അതാണ് നമ്മൾ 5ാമത്തെ കാര്യമായിട്ട് കണ്ടത്. उसी को हमें 5वें बिंदु के रूप में देखा. ഇനിയും 6ാമത്തെ സംഭവം, 6ठा बिंदु को हम देखें. അതാണ് എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാട്, അല്ലെങ്കിൽ എതിർ ക്രിസ്തു പ്രത്യക്ഷനാകുന്നു. वो है विरुद्ध मसीह का प्रकट होना. ഒപ്പം അവനോടുകൂടെ ദശരാഷ്ട്ര സംഘടനയുടെയും പ്രത്യക്ഷത. और उसी के साथ 10 ऐसे राज्यों का प्रकट होना. അപ്പോൾ എതിർ ക്രിസ്തുവും അവനോടുകൂടെ 10 സാമ്രാജ്യ ശക്തികളും ദശരാഷ്ട്ര സംഘടനയും കൂടെ ഭൂമിയിൽ അല്ലെങ്കിൽ രംഗപ്രവേശം ചെയ്യുകയാണ്. वो है विरुद्ध मसीह का प्रकट होना. उसी के साथ 10 साम्राज्य जो हैं उसी के संग प्रकट होते हुए देखेंगे. അതുകൊണ്ടാണ് ദാനിയേൽ 2ാമത്തെ അധ്യായത്തിൽ നെബൂഖദ്നേസർ കണ്ട ആ ബിംബത്തിന് എത്ര വിരലുകൾ?
10 വിരലുകൾ. इसीलिए दानियल के पुस्तक दूसरे अध्याय में नेबुकदनेस्सर ने देखा हुआ उस मूर्ति में कितनी उंगलियां थे, 10 उंगलियों को हम देखते हैं. 7-ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ 7-ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ 4 മഹാമൃഗങ്ങളെ കാണുന്നു. और दानियल की पुस्तक 7 अध्याय में दानियल 7 ऐसे जानवरों को देखते हैं. അതിൽ 4-ാമത്തെ മൃഗം എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തെ കുറിക്കുന്നു. और चौथा जो जानवर उनमें था वो रोमी साम्राज्य के विषय में हम देखें. അതിന് എത്ര കൊമ്പുകൾ? उसके कितने सींग थे? 10 കൊമ്പുകൾ. 10 सींग. വെളിപ്പാട് 13-ാം അധ്യായത്തിൽ എതിർ ക്രിസ്തു എന്ന മൃഗത്തെ കാണാം. और प्रकाशित वाक्य 13 अध्याय में विरुद्ध मसीह के रूप में एक जानवर को देखते हैं. 17-ാം അധ്യായത്തിലുമുണ്ട് അതേ മൃഗം. और 17वें अध्याय में भी वही जानवर को हम देख पाते हैं. ഈ 2 മൃഗങ്ങൾക്കും എത്ര കൊമ്പുകൾ വീതം? इन दोनों जानवरों को कितने कितने सींग हम देखें? 10 കൊമ്പുകൾ. दोनों में 10 सींग हैं. അതിന്റെ എല്ലാം അർത്ഥമാണ് എതിർ ക്രിസ്തുവിനോടൊപ്പം ഉണ്ടാകുന്ന 10 രാജാക്കന്മാർ. इसका अर्थ इतना ही है, विरुद्ध मसीह के साथ 10 राजाओं का जुड़ा जाना. അത് ഇൻഡിവിജ്വൽ കിങ്സ് ആകണമെന്നില്ല, ഓരോ പ്രത്യേക രാജാക്കന്മാരാകണമെന്നില്ല. ऐसा होना जरूरी नहीं है कि उनके साथ एक एक राजाएं जुड़े जाए व्यक्तिगत रीति से. പകരം ഇപ്പോൾ തെളിഞ്ഞു വരുന്ന ചിത്രം ധാരാളം രാഷ്ട്ര സംഘടനകളുണ്ട്. और उसके बदले में आज प्रकट होने वाले जो चित्र हैं, अनेक राष्ट्र एक होकर आ रहे हैं. ഉദാഹരണത്തിന് ഗൾഫിലൊക്കെയുള്ള രാഷ്ട്രങ്ങൾ GCC എന്ന് വിളിക്കപ്പെടുന്നു. उदाहरण के रूप में गल्फ क्षेत्रों में GCC नाम से अनेक राष्ट्र जुड़े हैं. മറ്റൊന്ന് നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ. और अलग सा और देखते हैं यूरोपियन यूनियन नाम से. ഇവിടെ ഒരെണ്ണമുണ്ട് സാർക്ക്. और यहाँ पर हम देखते हैं सार्क नाम का. ഇത് ഇങ്ങനെയൊക്കെയുള്ള പല രാഷ്ട്ര സംഘടനകൾ ഒരുമിച്ച് നിൽക്കുന്നു. और ऐसे अनेक राष्ट्र एकजुट होकर एक संस्था के रूप में खड़े रहते हैं. ഒരു പക്ഷേ ലോകത്തുള്ള പ്രധാനപ്പെട്ട രാഷ്ട്ര സംഘടനകൾ ചേർന്ന് ഒരു 10 രാഷ്ട്രങ്ങളുടെ സംഘടനയായിട്ട് ഇവരെല്ലാവരും കൂടെ എതിർ ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് ഇവിടെ. हो सकता है कि इस दुनिया भर में अनेक राष्ट्र मिलकर 10 राज्यों का राष्ट्रों का एक मुख्य राष्ट्रों का झुंड बनाकर वो विरुद्ध मसीह को ऊपर उठाएंगे. കോൺഗ്രസിന്റെ ഭരണം ഉണ്ടായിരുന്നപ്പോഴ് മറ്റൊരു എതിർകക്ഷികളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരാളിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാണിച്ച് വിജയം പിടിച്ച് അവരെ ഭരണമേൽപ്പിച്ചതുപോലെ ഇപ്പോൾ നേരെ തിരിച്ച് പ്രതിപക്ഷമെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ഒരാളിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നിട്ട് ഇലക്ഷൻ മത്സരിക്കുന്നത് പോലെ ഇവിടെ എതിർ ക്രിസ്തുവിനെ നേതാവാക്കിക്കൊണ്ട് ഇവരുടെ ഈ പറയപ്പെടുന്ന ദശരാഷ്ട്ര സംഘടനയുടെ പിൻബലത്തോടെ ലോക ഭരണം പിടിക്കുന്ന ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. हमारे भारत में कांग्रेस के शासन के समय में अन्य पार्टियों ने मिलकर एक संस्था बनाकर उनमें से एक को प्रधानमंत्री के रूप में दर्शाकर जिस प्रकार उन्होंने सत्ता को हासिल किया, इसी प्रकार इस देश में इस दुनिया भर के राष्ट्र के लोग मिलकर विरुद्ध मसीह को ऊपर उठाकर वो 10 लोगों का या 10 राष्ट्रों का झुंड बनाकर वो आगे आएंगे. ഇതാണ് 6-ാമത്തെ സംഭവം. यह है छठा बिंदु. പക്ഷേ ഇതിനു മുമ്പ് എന്ത് സംഭവിക്കും? परंतु इससे पहले क्या होगा? കർത്താവ് വന്ന് തന്റെ സഭയെ ചേർക്കും. मसीह आकर अपनी कलीसिया को ले जाएगा. അതുകൊണ്ട് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തെക്കുറിച്ച് നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല. इसलिए विरुद्ध मसीह के शासन के विषय में हमें शंका या परेशान होने की आवश्यकता नहीं. 7-ാമത്തെ സംഭവമാണ് ട്രിബുലേഷൻ, പീഡന കാലയളവ്. और 7वां
जो घटना है वो है पीड़ा का समय आरंभ होना। വെളിപ്പാട് 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ प्रकाशित वाक्य 6 से लेकर 19 आयत तक 7 വർഷം നീണ്ടു നിൽക്കുന്ന പീഡന കാലയളവാണിത്. और 7 साल तक चलने वाला एक पीड़ा का समय। 70-ാം ആഴ്ചവട്ടമെന്നും ഇതിന് വിളിപ്പേരുണ്ട്. 70वें समय या 70वां 70वें സപ്താഹ. सप्ताह के विषय में भी हम इसको पढ़ते हैं। എതിർ ക്രിസ്തുവിന്റെ ഭരണകാലമാണ് ഈ 7 വർഷം. और विरुद्ध मसीह का शासन का समय है ये 7 साल। അങ്ങനെ എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഭരണം നടത്തും. അത് പീഡന കാലയളവായിരിക്കും. ऐसे विरुद्ध मसीह इस संसार में शासन करेंगे और वो पीड़ा का एक समय होगा। അതിന് 2 ഭാഗങ്ങൾ 3.5 വർഷം വീതം. और वो 2 भाग में बांटा जाएगा 3.5 साल के रूप में। അങ്ങനെയുള്ള 7 വർഷത്തെ പീഡന കാലയളവ്. ऐसे 7 साल का पीड़ा का एक समय। 8ാമത്തെ സംഭവമാണ് മിനിസ്ട്രി ഓഫ് ദ 2 വിറ്റ്നസസ്. 2 സാക്ഷികളുടെ ശുശ്രൂഷ. 8वां जो घटना है वो है 2 गवाहों का सेवकाई। വെളിപ്പാട് പുസ്തകം 11ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 2 സാക്ഷികളെ കുറിച്ച്. प्रकाशित वाक्य 11वें अध्याय में हम इन 2 गवाहों के बारे में पढ़ते हैं। അപ്പോൾ അവരാരൊക്കെയാണെന്നൊക്കെയുള്ള ഒത്തിരി ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. इसमें बहुत सारी चर्चा होती है कि वो कौन कौन होंगे। അത് ഞങ്ങൾ രണ്ടുമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും കുഴപ്പമൊന്നുമില്ല. उनमें से हम दोनों हैं, अगर आप विश्वास करेगा तो भी कोई प्रॉब्लम नहीं। കാരണം ബൈബിൾ പേര് പറയുന്നില്ല. कारण बाइबल उसका नाम नहीं बता रहा। അതുകൊണ്ട് അത് ആരൊക്കെയാണെന്ന് അന്വേഷിച്ച് നമ്മൾ വെറുതെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. इसके लिए वो कौन कौन है ये ढूंढ कर परेशान होने की आवश्यकता नहीं। പലരും ചിന്തിക്കുന്നത് മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്കും ഏലിയാവുമായിരിക്കും എന്നാണ്. कई लोग ये सोचते हैं कि मृत्यु ना देखा हुआ आनोक और एलिया होगा। വേറെ ചിലർ കരുതുന്നത് മറുരൂപമലയിൽ യേശുവിന്റെ അടുക്കൽ വന്ന മോശയും ഏലിയാവുമായിരിക്കും എന്നാണ്. और कई लोग ऐसे सोचते हैं रूपांतरण वाले उस पहाड़ पर मूसा और एलिया जब वहां प्रकट हुआ उनमें से 2 होंगे। അതുപോലെ ഈ 2 സാക്ഷികൾ ചെയ്ത അത്ഭുത പ്രവർത്തികൾ മോശയും ഏലിയാവും അവരുടെ ശുശ്രൂഷാ കാലത്ത് ചെയ്തതായതുകൊണ്ട് അവർ രണ്ടുമാണെന്ന് വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. कई लोग ये बड़े स्पष्ट रीति से विश्वास कर रहे हैं, जोर से विश्वास करते हैं कि मूसा और एलिया ने अपने समयों में किया हुआ कार्यों के बारे में बताया गया है, तो उनमें से ये दोनों वो होंगे। അതിനെ ആരും ആകട്ടെ 2 സാക്ഷികൾ ദൈവം അയച്ചിട്ട് ഭൂമിയിൽ വന്ന് 3.5 വർഷം ശുശ്രൂഷിക്കും. उनमें से कोई भी क्यों ना होने दो, 2 गवाह इस पृथ्वी में आएंगे और अपनी सेवकाई को वो निभाएंगे। ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ രാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടുമെന്ന്. ഈ 2 സാക്ഷികൾ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ്. कल हमने बोला कि राज्य का सुसमाचार इस पृथ्वी भर में सुनाया जाएगा, उनमें से मुख्य भूमिका निभाने वाले ये 2 गवाह रहेंगे। അപ്പോൾ ഈ 2 സാക്ഷികളുടെ ശുശ്രൂഷ और 2 गवाहों की सेवकाई, അതാണ് 8ാമത്തെ സംഭവം. वो 8वां घटना होगा। 9ാമത്തെ സംഭവമാണ് ദ ഏരിയൽ ബാറ്റിൽ between Satan and the archangel. സാത്താനും അല്ലെങ്കിൽ ഡ്രാഗൺ മഹാസർപ്പവും പ്രധാന ദൂതനായ മീഖായേലും തമ്മിൽ നടക്കുന്ന സ്വർഗത്തിലെ ഒരു യുദ്ധം. और 9वां घटना जो है वो एक युद्ध है जो परमेश्वर के जो प्रधान स्वर्गदूत हैं जो मिकाएल हैं और शैतान के साथ होने वाला ये युद्ध। അതാണ് വെളിപ്പാട് 12ാമത്തെ അധ്യായത്തിൽ. वो प्रकाशित वाक्य 12 अध्याय में हम पाते हैं। Satan will be defeated and will be limited by time and space. ഈ യുദ്ധത്തോടുകൂടെ സാത്താൻ ആകാശങ്ങളിൽ നിന്ന് പരാജിതനായി ഭൂമിയിൽ 3.5 വർഷത്തേക്കായിട്ട് പരിമിതപ്പെടുന്നു. और इस युद्ध के बाद शैतान हराया जाएगा,
समय और सीमा उसके ऊपर रखा जाएगा और 3.5 साल के लिए उसका सीमा तय किया जाएगा। മനസ്സിലാവുന്നുണ്ടോ? समझ आ रहा है ना? He will be limited by time and space. और उसे समय और सीमा में सीमित किया जाएगा। ഇപ്പം സാത്താന്റെ പ്രവർത്തന മണ്ഡലം എവിടെയാണ്? अब शैतान की कार्य करने की भूमि कहाँ कहाँ है? ഭൂമിയിലാണോ അതോ ആകാശത്തിലാണോ? क्या वो भूमि में है, पृथ्वी में है या आकाश में है? എല്ലായിടത്തും ഉണ്ട്. ഈ സാത്താൻ അപ്പൊ എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഒരേ സമയം രണ്ടിടത്തും കാണാൻ പറ്റുമോ? ये शैतान सब जगह हो सकता है, तो एक ही समय में वो दोनों जगह में शामिल हो पाएंगे क्या? കഞ്ചൂർമാർഗ് IPCയിലും കഞ്ചൂർമാർഗ് ചർച്ച് ഓഫ് ഗോഡിലും ഒരേ സമയത്ത് സാത്താന് പോകാൻ ഹാജരാകാൻ പറ്റുമോ? कंजूरमार्ग IPC में और कंजूरमार्ग चर्च ऑफ गॉड की कलीसिया एक ही समय में दोनों जगह में वो हाजिरी दे सकते हैं क्या? എന്തോ അനുയായികളാ? അനുയായികൾ വർദ്ധിക്കട്ടെ, സാത്താന്റെ മാത്രം നമുക്ക് കാര്യം എടുക്കാം. സാത്താൻ ഒരേ സമയം രണ്ട് സ്ഥലത്ത് ഹാജരാകാൻ പറ്റുമോ? शैतान क्या एक ही समय में 2 जगह पर हाजिरी कर सकते हैं क्या? ഊടാട് നടക്കുമ്പം ഇവിടെ വന്നിട്ട് പിന്നെ അവിടെ പോവാ, അതാ ഊടാട് നടക്കുന്നത്. സാത്താൻ സർവവ്യാപിയാണോ? ഈസ് ഹി omnipresent? എന്തോ അല്ല. സാത്താൻ സർവവ്യാപി അല്ലാത്തത് കൊണ്ട് ഒരേ സമയം രണ്ട് സ്ഥലത്ത് തനിക്ക് ഹാജരാകാൻ ഒക്കത്തില്ല. शैतान सर्वव्यापी नहीं है, इसीलिए एक ही समय में एक से ज्यादा जगह पर वो हाजिर नहीं रह पाएंगे. നമുക്ക് ഒരേ സമയം തന്നെ ഓഫീസിലും ചർച്ചിലും ഹാജരാകാൻ പറ്റാത്തതുപോലെ തന്നെ जैसा हम एक ही समय पर ऑफिस और कलीसिया में हाजिर नहीं हो सकते, ऐसा ही പിന്നെ ഒരു ഗുണം അവനുണ്ട്. एक गुण उसके अंदर है. നോ 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 उसके अंदर कोई गुण नहीं है. അവന് ഫിസിക്കൽ ബോഡി ഇല്ലാത്തത് കൊണ്ട്, ഒരു ശരീരം നമ്മെപ്പോലെ ഇല്ലാത്തത് കൊണ്ട്, അവൻ ആത്മരൂപി ആയതുകൊണ്ട് നിമിഷങ്ങൾക്കകം അവൻ എവിടെയും എത്താം എന്ന ഒരു പ്രയോജനം അഥവാ ഗുണമുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. एक गुण इसलिए हम कहते हैं कि उसके कोई शरीर नहीं है, वो आत्मा के रूप में है, इसीलिए वो एक से ज्यादा जगह पर जो जल्दी से पहुंच सकता है, एक से दूसरे जगह. हाँ वही नहीं तो शब्दों में तो बहुत फर्क हो जाता है. സ്തോത്രം. മനസ്സിലായോ? അവനെ പെട്ടെന്ന് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്താം. वो जल्दी से एक से दूसरे जगह तक पहुंच सकता है, ആത്മാവാണവൻ. क्योंकि वो आत्मा के शरीर में है. Within no time he can reach any place. कम समय पर वो कहीं पर भी पहुंच सकते हैं. അവന് ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റുമോ? क्या वो परमेश्वर की उपस्थिति में पहुंच सकता है? യെസ്. हाँ. അവന്റെ പ്രധാന പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ദൈവസന്നിധിയാണ്. उसका सबसे बड़ा सेवकाई का जगह है, वो उसका काम करने का जगह वो परमेश्वर की उपस्थिति है. നമുക്ക് വിരോധമായിട്ട് അവിടെ പോയി കള്ളക്കേസ് വാദിക്കുകയാണ് അവന്റെ പരിപാടി. हमारे विरोध में प्रभु की उपस्थिति में झूठा गवाहों को देते हैं. ഇതിന്റെ 10ാം വാക്യം ഒന്ന് വായിച്ചോളൂ. इसी के 12 के 19वें अध्याय आयत को पढ़िए. 10वां आयत. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ എവിടെയാ? ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി. ആരാണ് ഈ അപവാദി? സാത്താൻ. കണ്ടോ? അപ്പൊ അവന്റെ പ്രവർത്തന മേഖല നമുക്കെതിരായിട്ട് ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുകയാണ്. भाइयों पर दोष लगाने वाला जो रात दिन हमारे परमेश्वर के सामने उन पर दोष लगाता है, यही शैतान का मुख्य काम है. വെളിപ്പാട് 12:10 നമ്മൾ വായിച്ചത്. प्रकाशित वाक्य 12 अध्याय उसके 10 वचन में हमने पढ़ा. സാത്താന്റെ പ്രധാനപ്പെട്ട 2 പേരുകളുണ്ട്. शैतान का मुख्य रीति से 2 नाम है.
സൈറ്റൻ ആൻഡ് ഡെവിൾ, സാത്താൻ എന്നും പിശാച് എന്നും. और शैतान और शत्रु. ना एक इबलीस और एक शैतान. ओके. मेरे ख्याल से जो सैटन है उसी के लिए हिंदी में इबलीस बोलते हैं. അപ്പോൾ സാത്താൻ എന്നും പിശാച് എന്നുമുള്ള രണ്ട് പേരുകൾ. एक नाम इब्लिस और एक शैतान, ऐसे दो नाम मुख्य रीति से शैतान पे कहा जाता है. സാത്താൻ എന്ന പേരിന്റെ അർത്ഥം എന്താ? शैतान नाम का अर्थ क्या है? बच्चों को मालूम है? സാത്താൻ എന്ന് പറഞ്ഞാൽ എതിരാളി, ഒപ്പോണന്റ് എന്നാണ്. शैतान का अर्थ है हमारे विरोध में खड़े रहने वाला. പിശാച്, ഡെവിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വായിച്ചു 12:10 അപവാദി, സ്ലാൻഡറർ. और इब्लिस नाम का अर्थ है झूठा बोलने वाला, गवाह देने वाला. മനസ്സിലായോ? ദൈവത്തെ എതിർക്കുന്നവൻ എതിരാളി, ദൈവത്തിന്റെ ജനത്തെയും ദൈവത്തെയും കുറിച്ച് അപവാദം പറഞ്ഞു പരത്തുന്നവൻ പിശാച്. और परमेश्वर का विरोध करने वाला वो शैतान, और प्रभु और परमेश्वर के लोगों के विषय में दोष लगाने वाला, झूठा गवाह देने वाला इब्लिस. അവൻ നമ്മുടെയൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. और हमारे बीच में आया भी है कि अभी हमको नहीं मालूम. കാരണം അവന് നേരമില്ലെന്ന്, അതിന് നേരമില്ല അവന്. उसके पास समय नहीं है. കാരണം നമുക്കെതിരെ ദൈവത്തോട് അപവാദം പറയാനേ ഉള്ളവന് നേരം. और कारण यह है कि हमारे विरोध में प्रभु के सामने हमारे दोष लगाने पे उसका समय बीतता है. പിന്നെ നമ്മുടെ ഇടയ്ക്കൊക്കെ വരുന്നത് അവന്റെ ചേലേച്ചപ്പാട്ടികളൊക്കെയാ, ശിഷ്യന്മാരൊക്കെയാ വരുന്നത്. और हमारे बीच में आने वाला हो सकता है उसके चेले जो है वो हमारे बीच में आते हैं. ദുരാത്മാക്കൾ, ഭൂതാത്മാക്കൾ, ദുഷ്ടാത്മാക്കൾ. प्रेतात्मा, दुष्ट आत्मा इत्यादि जो है. ഓർക്കുക, only one devil and so many demons are there. പിശാച് ഒന്നേ ഉള്ളൂ, എന്നാൽ ദുരാത്മാക്കൾ ഒത്തിരിയുണ്ട്. इब्लिस एक ही है, लेकिन उसके साथ जो दुष्ट आत्मा है वो अनेक हैं. ഈ സാത്താനുമായിട്ട് സ്വർഗത്തിൽ നടക്കുന്ന യുദ്ധവും അതേ തുടർന്ന് സാത്താൻ പരാജയപ്പെട്ട് ഭൂമിയിൽ മാത്രമായി പരിമിതപ്പെടുന്നതുമാണ് ഈ വിഷയം. और शैतान से होने वाला, स्वर्ग में होने वाला युद्ध, और उसके बाद वो पराजित होने वाला ये संदर्भ को हम यहाँ पे देखते हैं. ഞാൻ ഈ വിഷയം പറയുമ്പോൾ പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. मैं ये विषय बताने के समय बोलने वाला एक मुख्य बात है. ഞാൻ ഒരു സ്റ്റിക്കറിൽ എഴുതിയത് വായിച്ചതാണ്. और एक स्टिकर में लिखा हुआ एक बात को मैंने पढ़ा. When the devil comes next time and reminds you of your past, remind him of his future. जब शैतान आपके पास आकर आपके भूतकाल के विषय में आपको याद दिलाता है, तब आप उसे उसके भविष्य के विषय में बता देना. സാത്താൻ വന്നിട്ട് നമ്മുടെ ഭൂതകാലമൊക്കെ ഓർമ്മപ്പെടുത്താറില്ലയോ? शैतान आकर हमारे भूतकाल के बारे में सब हमें याद दिलाता है. അപ്പോഴത്തേക്കിനും നമ്മളങ്ങ് തളർന്ന് പ്രാർത്ഥിക്കാൻ പോലുള്ള പ്രാഗൽഭ്യമൊന്നും ഇല്ലാതെ എവിടെങ്കിലും ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കും. और इतना सुनते ही हम थक जाते हैं, निराश हो जाते हैं, प्रार्थना करने का भी सामर्थ्य नहीं, हम कहीं पर भी छुपने की कोशिश करते हैं. നമ്മുടെ പഴയകാല പരാജയങ്ങളെ കുറിച്ച് അവൻ ഓർമ്മപ്പെടുത്തുന്നത്. वो हमारे पिछले समय के पराजय के बातों को याद दिलाएंगे. ഇനിയും ഒരു കാര്യം ചെയ്തേക്കണം. अभी आने वाले समय में एक कार्य करना है. അവൻ ഇനിയും വരും നമ്മുടെ ഭൂതകാലം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. वो फिर से आएगा हमारे भूतकाल के पराजय को याद कराने. അന്ന് നമുക്ക് എന്ത് ചെയ്യണം? उस समय हमें क्या करना है? അവന്റെ ഭാവി കാലം ഓർമ്മപ്പെടുത്തണം. उसका भविष्य के विषय में उसे याद कराए. അവന്റെ ഭാവി കാലത്തിലെ ഒരു സംഭവമാണ് 12-ാം അധ്യായം വെളിപ്പാടിൽ നമ്മൾ വായിക്കുന്നത്. भविष्य में शैतान के साथ क्या होगा उसका एक घटना 12 अध्याय में हम पढ़ते हैं. സ്തോത്രം. സാത്താന്റെ പരാജയം, शैतान का पराजय. അവൻ ഭൂമിയിൽ മാത്രമായി പരിമിതപ്പെടുന്നു. वो भूमि में ही समाया जाएगा. ഈ പങ്ക ബന്ദ് കർ ദീജിയേ, ठंड लग रही. ഓക്കെ, ഇതാണ് 9-ാമത്തെ സംഭവം. ये है 9वां घटना. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? इतना बातें आपको समझ आया होगा.
ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? इतने बातों में यदि कोई विषय है, शक है, ഒന്നുമില്ല. नहीं है, ऐसे समझ रहा हूं. ഓക്കെ, എങ്കിൽ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ऐसा है तो एक और बात को हम देखेंगे. 10ാമത്തെ കാര്യം, 10वां बिंदु, ഭൂമിയിൽ മാത്രമായി പരിമിതപ്പെട്ട സാത്താൻ എതിർ ക്രിസ്തുവിൽ പ്രവേശിക്കുന്നു. पृथ्वी में सीमित किया हुआ शैतान जो है विरुद्ध मसीह में प्रवेश करता है. വെളിപ്പാട് 13ന്റെ 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളാണ്. प्रकाशित वाक्य 13 अध्याय उसके 1 से लेकर 10 आयत में हम देखें. 2ാം വാക്യം ഒന്ന് വായിച്ചോളൂ. उसके दूसरे आयत को पढ़े. ആ മൃഗം എന്ന് പറഞ്ഞത് എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ്. और उस जानवर के बारे में जो अजगर के बारे में बताता है वो विरुद्ध मसीह के विषय में. पशु के बारे में है वो, पशु के बारे में. അതിനുശേഷം മഹാസർപ്പത്തെ കുറിച്ച് പറയുന്നു, അത് സാത്താനാണ്. और उसके बाद अजगर के बारे में बता रहा है वो शैतान है. ആ മഹാസർപ്പം എന്ത് ചെയ്തു? വായിച്ചാട്ടെ. 3 കാര്യങ്ങൾ പിശാച് മൃഗമായ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവായ മൃഗത്തിന് കൊടുക്കുന്നു. 3 कार्य या 3 बातें जो शैतान जो है वो पशु जो विरुद्ध मसीह है उसे देता है. എന്തൊക്കെയാ? ശക്തി, സിംഹാസനം, അധികാരം. उसका सामर्थ्य, उसका सिंहासन और उसका अधिकार. ഇത് 3ഉം കിട്ടിയ എതിർ ക്രിസ്തു ആളുമാറിയിട്ട് അതുവരെ നടത്തിയ പീഡനത്തെ മഹാപീഡനമാക്കി മാറ്റുകയാണ്. और ये अधिकार 3 कार्य प्राप्त किया हुआ ये विरुद्ध मसीह और रूप बदलकर वो अपने पीड़ाओं को और तीव्र करता है. മനസ്സിലാവുന്നുണ്ടല്ലോ? समझ आ रहा है ना? അപ്പോൾ പരാജയപ്പെട്ട് ഭൂമിയിൽ മാത്രം പരിമിതപ്പെട്ടു പോയ സാത്താൻ എതിർ ക്രിസ്തുവിന് തന്റെ അധികാരവും സിംഹാസനവും ഒക്കെ കൊടുക്കുന്നു. और पृथ्वी में सीमित किया हुआ शैतान अपनी अधिकार, अपना सारा आमीन कार्य जो है वो विरुद्ध मसीह को सौंपता है और उस प्रकार प्रकट होता है. 11ാമത്തെ കാര്യം, 11वें घटना जो है, അടുത്ത ഒരാളിനെ കൂടെ നമുക്ക് കാണാം. അതാണ് ഫാൾസ് പ്രോഫറ്റ് അഥവാ കള്ളപ്രവാചകൻ രംഗപ്രവേശം ചെയ്യുന്നു. और एक और व्यक्ति को हम देखते हैं वो है झूठा भविष्यवक्ता और उसका प्रवेश हो रहा है. അവൻ എതിർ ക്രിസ്തുവിന് വേണ്ടിയിട്ട് 666 എന്ന മുദ്രയും പുറത്തിറക്കുന്നു. और वो विरुद्ध मसीह के लिए 666 का एक जो एक छाप प्रकट करता है. വെളിപ്പാട് 13ന്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. प्रकाशित वाक्य 13 अध्याय उसके 11 आयत से हम देखेंगे. ആ അധ്യായത്തിൽ തന്നെ അങ്ങനെ നമുക്ക് സൈറ്റനിക് ട്രിനിറ്റി, സാത്താന്യ തൃത്വത്തെയും കാണാം. और वहां उन अध्यायों में, आयतों में हम शैतान का त्रिएकता के विषय में भी पढ़ सकते हैं. പിതാവായ ദൈവത്തിന് പകരം ഡിറ്റോ ആയിട്ട് സാത്താൻ നിൽക്കുന്നു. पिता परमेश्वर के ठीक नमूना या ठीक उसका अनुकरण करते हुए शैतान खड़ा रहता है. യേശു ക്രിസ്തുവിന്റെ ഡിറ്റോ ആയിട്ട് എതിർ ക്രിസ്തു, यीशु मसीह का अनुकरण करते हुए विरुद्ध मसीह, പരിശുദ്ധാത്മാവിന് പകരം നിൽക്കുന്നവനായി സാത്താന്യ തൃത്വത്തിൽ നാം കാണുന്നതാണ് കള്ളപ്രവാചകൻ. पवित्र आत्मा के बदल में खड़े रहकर उस झूठा भविष्यवक्ता के रूप में हम देखते हैं. അങ്ങനെ സാത്താന്യ തൃത്വത്തെ കുറിച്ച് നാം ഇവിടെ കാണുന്നു. ऐसा शैतान के त्रिएकता के विषय में हम देखेंगे. 12ാമത്തെ സംഭവം, 12वां घटना, അതാണ് ദൈവം തനിക്കുള്ള വിശുദ്ധന്മാരെ മുദ്രയിട്ട് മാറ്റി നിർത്തുന്നു. 12वीं घटना यह है कि परमेश्वर अपने जो पवित्र लोग हैं
उन्हें छाप देकर अलग करता है। ഈ വിശുദ്ധന്മാരെന്ന് പറയുന്ന സഭയല്ല, ये जो पवित्र लोग जो हैं वो कलीसिया नहीं, അവർ ഓൾറെഡി എടുക്കപ്പെട്ടു കഴിഞ്ഞു. वो पहले ही उठा लिए गए। ഇത് യഹൂദന്മാരിൽ നിന്നുള്ളവരാണ്. ये यहूदियों में से हैं। 1,44,000 പേരെ ദൈവം മുദ്രയിട്ട് എതിർ ക്രിസ്തുവിന്റെ പിടിയിൽ നിന്നും മാറ്റി നിർത്തുന്നു. 1,44,000 जो यहूदी लोग विरुद्ध मसीह से अलग करके उन्हें वहां खड़ा करता है। കർത്താവ് അവരെ കൊണ്ടുപോയി ഏദോമിൽ ഒളിപ്പിച്ച് പാർപ്പിക്കും. और परमेश्वर उन्हें वहां से ले जाकर एदोम में उन्हें छिपा कर रखते हैं। ഏദോമിലും മോവാബിലും ഒക്കെയായി കൊണ്ടുപോയി തമ്പുരാൻ അവരെ സൂക്ഷിക്കും. एदोम और मुआब इस जगहों में परमेश्वर उन्हें संभालता है। ഇപ്പോഴത്തെ യോർദാൻ, ബൾഗേറിയ, റുമേനിയ തുടങ്ങിയ സ്ഥലങ്ങളാണത്. आज की तारीख में जॉर्डन जो है या बल्गेरिया, रोमेनिया, इन देशों के विषय में होगा। അതിനെക്കുറിച്ചാണ് യെശയ്യാവ് 63-ാം അധ്യായത്തിൽ പ്രവചിച്ചത്. और इसी के संदर्भ में यशायाह ने 63वें अध्याय में भविष्यवाणियां किया। ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് വസ്ത്രാലങ്കൃതനായി വരുന്ന യേശുവിനെ പ്രവാചകൻ കാണുന്നു. और भविष्यवक्ता एदोम से अपने वस्त्र को, बैंजनी वस्त्र को पहनते हुए आमीन एक यीशु मसीह को आते हुए देखते हैं। ഈ മഹാപീഡന കാലത്ത് ആ പ്രദേശങ്ങളിൽ ദൈവം ഒളിപ്പിച്ചു വയ്ക്കുന്ന യഹൂദന്മാരെ വിടുവിച്ചുകൊണ്ട് യേശു ക്രിസ്തു വരുന്ന ഒരു ചിത്രമാണത്. और वहां से आमीन परमेश्वर ने छुपा रखे हुए इन पवित्र लोगों को ले आकर प्रवेश कराने वाला एक चित्र को देखते हैं। സ്തോത്രം. മനസ്സിലായോ? समझ आया ना? ഇങ്ങനെ യേശു കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് നടക്കുന്ന ചില സംഭവങ്ങളാണ് നാം ഇതുവരെ കണ്ടത്. इस संदर्भ में यीशु मसीह के आगमन के साथ होने वाले कुछ घटनाओं को अब तक हमने देखा है। 13-ാമത്തെ സംഭവമാണ് വെളിപ്പാട് 17-ൽ നമ്മൾ കാണുന്ന ആ ലോക വ്യാജ മതത്തിന്റെ ന്യായവിധി. और 13वें घटना के रूप में हम देखते हैं यरूशलेम में होने वाले जो झूठा धर्म है उसका न्याय। ലോക വ്യാജ മതത്തെ ദൈവം ന്യായം വിധിക്കുന്നു. दुनिया में जो पाए गए झूठा धर्म है उसका न्याय होना है। അതാണ് മർമ്മം, മഹദിയാം ബാബിലോണിന്റെ ന്യായവിധി. और वो मर्म है जो मेहदी बाबिलोन के विषय में हम पढ़ते हैं। വെളിപ്പാട് 17-ാം അധ്യായത്തിലാണത്. और प्रकाशित वाक्य 17 अध्याय में हम देखें, നമ്മൾ കണ്ടു ദൈവത്തിന്റെ തൃത്വത്തിന് പകരം നിൽക്കുന്ന സാത്താന്യ വ്യാജ തൃത്വം. और हमने देखा कि परमेश्वर की त्रिएकता के विरोध में शैतान अपनी त्रिएकता को दिखा रहा है। അതുപോലെ തന്നെ ഇവിടെ ക്രിസ്തുവിന്റെ വിശുദ്ധ മണവാട്ടിക്ക് പകരം നിൽക്കുന്ന വ്യാജ മതമാണിവൾ. और यहाँ पर भी हम देखते हैं कि परमेश्वर के पवित्र दुल्हन के आमीन विपरीत में एक झूठा धर्म खड़ा रहा है। അതാണ് 13-ാമത്തെ സംഭവം. वो है 13वां घटना। പെട്ടെന്ന് 14-ഉം 15-ഉം കൂടെ പറഞ്ഞ് നിർത്താം. 14-ാമത്തേതാണ് 14वां बिंदु यह है, 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ലോക സമ്പദ് വ്യവസ്ഥയുടെ ന്യായവിധി. और 18वें अध्याय में हम देखते हैं दुनिया भर के वाणिज्य क्षेत्र में होने वाले न्याय जो അതാണ് വെളിപ്പാട് 18-ൽ. वो प्रकाशित वाक्य 18 में हम देखते हैं। कमर्शियल बैबिलोन इज डिस्ट्रॉयड. वो वाणिज्य बैबिलोन जो है उसको प्रभु नाश करता है। 15-ാമത്തേത് നമ്മുടെ കർത്താവായ യേശു മഹത്വത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. 15वां घटना के रूप में हम देखते हैं हमारा परमेश्वर यीशु मसीह अपनी महिमा के साथ इस पृथ्वी में उतर आता है। എക്സ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് കേട്ടോ.
Christ's second coming in glory and in wrath with आपके- his saints. आपके स्क्रीन में एक्स जो है वो क्राइस्ट का शॉर्ट फॉर्म है। वो परमेश्वर यीशु मसीह अपने स्वर्ग से महिमा के साथ उतर आएगा മഹത്വത്തോടും മഹാക്രോധത്തോടും കൂടെയാ കർത്താവ് വരുന്നത്. और अपने महिमा के साथ और अपने आमीन क्रोध में वो उतर आ रहा है। വെളിപ്പാട് 19:11 മുതൽ 16 വരെ. प्रकाशित वाक्य 19 अध्याय उसके 11 से 16 आयत तक। നമുക്ക് വേണ്ടി കർത്താവ് വന്നപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നില്ലായിരുന്നു. और हमारे लिए जब परमेश्वर उतर आया तो वो पृथ्वी तक नहीं आए, ആകാശമേഘങ്ങളിലാണ് വന്നത്. वो बादलों पर उतर आए। എന്നാൽ ഇപ്പോൾ ന്യായവിധി കഴിഞ്ഞ് വിശുദ്ധന്മാരെല്ലാവരും കർത്താവിന്റെ കൂടെയുണ്ട്. और अब न्याय के समय के बाद पवित्र लोग अब प्रभु यीशु के साथ हैं। നാമും ക്രിസ്തുവിനോട് ഒപ്പം തേജോ രൂപികളായിരിക്കും. हम भी प्रभु यीशु के साथ रूपांतरण में महिमा के रूप को धारण करेंगे। ക്രിസ്തുവിനൊപ്പം നാമും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. हम भी मसीह यीशु के संग इस पृथ्वी में उतर आएंगे। അന്ന് കൊലോസ്യർ 3:4 പൂർത്തിയാകും. उस दिन कोलोसियों के 3-4 अध्याय का पूर्तिकरण होगा। നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. हमारा जीवित मसीह जब प्रकट होगा हम भी महिमा के साथ दिखाया जाएगा। അതെ, ക്രിസ്തുവിനോടൊപ്പം നാമും തേജസ്സിൽ ഈ ഭൂമിയിലേക്ക് വരും. हम मसीह के साथ उसकी महिमा को हम अपने जीवन से इस पृथ्वी में प्रकट करेंगे। ക്രിസ്തുവിന് സമന്മാരായി നാം ക്രിസ്തുവിനൊപ്പം ഉണ്ടാകും. और मसीह के समानता में हम आमीन मसीह के संग इस पृथ्वी में होंगे। അന്ന് കർത്താവിന്റെ തലയിൽ മുൾക്കിരീടമായിരിക്കില്ല, അനേകം രാജമുടികളായിരിക്കും. और उस समय में हमारे मसीह यीशु के सिर पे उस कांटों का ताज नहीं होगा, परंतु अनेक आमीन आमीन परमेश्वर के आमीन मोतियों से भरे हुए एक मुकुट को वो पहनेगा। അനേകം രാജകിരീടങ്ങൾ ധരിച്ചുകൊണ്ടാണ് യേശു വന്നു വരുന്നത്. अनेक जो मुकुटों को राज मुकुटों को पहनकर वो आमीन पृथ्वी में आएंगे। യേശു മുമ്പ് ഒന്നാം തവണ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യർ അവന്റെ കണ്ണ് കെട്ടി മുഖത്തിടിച്ചു. और पहले बार जब यीशु मसीह पृथ्वी में आए मनुष्य ने उसकी आंखों को बंद करके उसके मुंह में घूंसे मारे। എന്നാൽ ഇനിയും രണ്ടാമതവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ആരും അവന്റെ കണ്ണ് കെട്ടില്ല, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുമായിട്ടാണ് അവൻ വരുന്നത്. परंतु जब दूसरी बार यीशु मसीह इस पृथ्वी में आएगा कोई भी उसकी आंखों को नहीं बांधेंगे, परंतु ज्वाला के समान जलता हुआ आग के समान उसकी आंखें दिखाई देगा। ഒന്നാം തവണ യേശു വന്നപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി. पहले बार जब यीशु मसीह उतर आया उसके ऊपर लोगों ने चेहरे पर थूका। എന്നാൽ ഇനിയും അവൻ ഭൂമിയിൽ വരുമ്പോൾ അവന്റെ മുഖത്ത് തുപ്പാനല്ല, നോക്കാൻ പോലും ഒക്കാത്തതുപോലെ മധ്യാഹ്ന സൂര്യന്റെ ശോഭയോടെ പ്രജ്വലിക്കുന്നവനായിരിക്കും. अब दूसरी बार वो अपने पृथ्वी में आए, हमें उसके ऊपर थूकने के लिए नहीं परंतु उसके चेहरे को देखने के भी नहीं पाए, ऐसे शोभायमान प्रभु यीशु को हम देखेंगे। ഒന്നാം പ്രാവശ്യം യേശു വന്നപ്പോൾ അവന്റെ കൈകാലുകളിൽ അവർ ആണിയടിച്ചു. पहली बार जब यीशु मसीह पृथ्वी में आए उसके हाथों पैरों पे कीले ठोके गए। എന്നാൽ ഈ രണ്ടാം തവണ ഭൂമിയിലേക്ക് വരുമ്പോൾ അവന്റെ കയ്യിൽ ഇരുമ്പ് കോലുണ്ട്. और दूसरी बार जब परमेश्वर इस पृथ्वी में आएगा उसके हाथ में वो राजदंड रहेगा। ഒന്നാം തവണ യേശു വന്നപ്പോൾ അവൻ വായടച്ച് കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ നിന്നു. पहले बार जब यीशु मसीह आया अपने मुंह बंद करके एक मेमने के समान वो अपने आप को प्रकट किया। എന്നാൽ ഈ രണ്ടാം തവണ യേശു വരുമ്പോൾ അവന്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള
മൂർച്ചയുള്ള വാള് പുറപ്പെടുന്നു. परंतु जब दूसरी बार परमेश्वर प्रकट होता है, दोधारी तलवार के समान उसके मुंह से निकलने वाली वाणी होगी। ഒന്നാം തവണ യേശു വന്നപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തു. ശിഷ്യന്മാര് പോലും ഓടിപ്പോയി. അവൻ ഒറ്റയ്ക്കായിരുന്നു. पहली बार जब यीशु मसीह आया तो उसे गिरफ्तार किया गया, उसके साथ उसके चेले भी नहीं रहे। എന്നാൽ ഇനിയും അവൻ വരുമ്പോൾ അവൻ ഒറ്റയ്ക്കല്ല വരുന്നത്. സ്വർഗത്തിലെ സകല സൈന്യവും വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് അവനോടുകൂടെ ഉണ്ടായിരിക്കും. अब दूसरी बार जब वो लौट कर आएगा, वो अकेले नहीं रहेंगे, परंतु स्वर्ग की सारी श्वेत सेना घोड़ों पर सवार होकर उसके संग आएंगे। ഒന്നാം തവണ അവൻ വന്നപ്പോൾ രാജാവായിട്ട് വാഹനമേറാൻ ഒരു കഴുതക്കുട്ടിയെ കടമെടുത്തു. എന്നാൽ ഇനിയും അവൻ വരുമ്പോൾ കടമെടുത്ത കഴുതക്കുട്ടി പുറത്തല്ല, സ്വർഗത്തിലെ സ്തോത്രം അഗ്നി അശ്വങ്ങളെ വാഹനമാക്കിക്കൊണ്ടായിരിക്കും അവൻ വരുന്നത്. पहले बार वो उस पृथ्वी में आए तो राजा बनकर उसको आमीन आमीन उनको संवारने के लिए एक गधे को आमीन लेना पड़ा, लेकिन अब इस बार दूसरी बार जब आएगा वो श्वेत आमीन रथों के ऊपर सवार होकर इस पृथ्वी में आएगा। അന്നവൻ വന്നപ്പോൾ അവർ അവന്റെ വസ്ത്രമെല്ലാം അഴിച്ചെടുത്തു. നഗ്നനായ അവന് ക്രൂശിതനാകേണ്ടി വന്നു. पहले बार जब यीशु मसीह आए उनके वस्त्र को फाड़े गए, नग्न रूप से उसे उस क्रूस पर जान दिया। എന്നാൽ ഇനിയും അവൻ വരുമ്പോൾ അവൻ തേജസ് ഉടുത്തവനായിരിക്കും. ഇനിയും അവൻ വരുമ്പോൾ മഹിമ ധരിച്ചവനായിരിക്കും. അവൻ ഉടുപ്പ് ധരിച്ചവനായിട്ടാണ് വരുന്നത്. लेकिन अब जब वो लौट कर आएगा अपने ऊपर महिमा का श्वेत उस कपड़े पहनकर वो अपने बीच में आएगा। അന്നവൻ വന്നപ്പോൾ അവന്റെ ക്രൂശിന്റെ മുകളിൽ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന്. പറ്റിപ്പോയതാ, അബദ്ധത്തിൽ എഴുതിപ്പോയതാ. എന്നാൽ ഇനിയും അവൻ വരുമ്പോൾ അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിട്ടുണ്ട്, അവൻ സ്തോത്രം രാജാധിരാജാവെന്നും കർത്താധികർത്താവെന്നും. और पहले बार जब वो आए तो उसके क्रूस के ऊपर गलती से लिखा गया कि यहूदियों का राजा ये है, लेकिन अब जब वो लौट कर आएगा उसके वस्त्र में उसके पैरों में ये लिखा जाए कि राजाओं का राजा यीशु राजा। ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ ഒന്ന് ഓർത്തു നോക്കൂ. उस परमेश्वर के महिमा के प्रकटीकरण को थोड़ा याद करके देखिए। നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുന്നത് ഓർത്തു നോക്കൂ. हम भी उसके साथ उस महिमा में प्रकट होने के बारे में थोड़ा समझ के देखिए। അല്പസമയം ഈ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. थोड़े समय हम परमेश्वर का धन्यवाद और स्तुति करें। ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. അന്ന് നമുക്കും ഈ തേജോമയനായ കർത്താവിനോടൊപ്പം ഉണ്ടാകുവാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. हमें प्रभु के हाथों में समर्पण हालेलुया। करेंगे। उस दिन इस तेजो में प्रभु यीशु के साथ रहने के लिए हम अपने आप को प्रभु के हाथों में दे ഈ देंगे। പ്രത്യാശയുള്ളവർ സന്തോഷത്തോടെ അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ये आशा Glory. आए हुए लोग आनंद के साथ ശംദലേ ദീപൽ പ്രിവക്ഷാരജലഗടരഗ ഹംദരാ ദീപൽ പ്രിവക്ഷരാദര ഓ രിഗവൽ പ്രിവരജലഗടരഗ ഹംദരേ ദീപൽ പ്രിവക്ഷരാ രുഡരാദരാജഗ രിഗതിഗ ജഗസ്യാരാജല. ഹല്ലേലൂയ. രാജാധിരാജാവും കർത്താധികർത്താവുമായുള്ളവേ, രാജാക്കന്മാർക്ക് അധിപതിയായുള്ളവനെ, ഓ രിബടബദരദുരജലക, സ്വന്തം രക്തത്താൽ ഞങ്ങളെ വിലക്കി വാങ്ങിയവനെ, അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടേ, റീബാബാര ശംദാര, മഹത്വത്തിന്റെ രാജാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ ജീവിതം കഴിക്കാം. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. आशा के साथ अपने जीवन का वेतन करे। आमीन। परमेश्वर हमें ले जाने के लिए आएगा। परमेश्वर के लिए